നമ്മുടെ മധ്യത്തിൽ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു വളരെ അടുത്തൊരു ഫ്രണ്ട് തന്നെയാണ്. ഞങ്ങൾ UESI വഴി വഴി EGF വഴിയൊക്കെ ഉള്ള വളരെയധികം പരിചയമുള്ള എൻ്റെ സിസ്റ്ററിനെയും ഒക്കെ വളരെ കാര്യമായിട്ട് അറിയുന്ന ആ ഒരു ബ്രദർ തന്നെയാണ് ഇന്ന് നമ്മുടെ മധ്യത്തിലുള്ളത്. ജേക്കബ് പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും സിസ്റ്റർ നാൻസിയും ഇന്ന് ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ഇദ്ദേഹം അലഹബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചറിൽ ബിരുദം നേടിയതിന് ശേഷം പിന്നീട് എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചർ സെക്ടറിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ബാങ്കിലേക്ക്, ഫെഡറൽ ബാങ്കിൽ സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരു ദേവദാസനാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ കൂടുതലും മിഷൻ ഓറിയൻറ്റഡ് ആണ്. നോർത്ത് ഇന്ത്യൻ മിഷൻ ഓറിയൻറ്റേഷനാണ് അദ്ദേഹത്തിന് കൂടുതലും. അദ്ദേഹത്തിന് ദൈവം കൊടുത്തതായിട്ടുള്ള താലന്ത് അല്ലെങ്കിൽ ദൈവം കൊടുത്തതായിട്ടുള്ള ഗിഫ്റ്റിങ് അത് അദ്ദേഹം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ഒരു ചാനലുണ്ട്. ആ ചാനൽ വഴി അനേകരെ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് കൂടി അവിടെ നടക്കുന്നുണ്ട്. എനിവേ, ഇന്ന് നമ്മുടെ മധ്യത്തിൽ അദ്ദേഹമുണ്ട്. ഐ അപ്രീഷിയേറ്റ് ആൻഡ് ഐ വെൽക്കം ബ്രദർ ജേക്കബ് പണിക്കർ ഫോർ ദ മെസ്സേജ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കാം. കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിൽ ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഐ വെൽക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് സന്തോഷമുണ്ട് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന്? അവരെല്ലാം ചേർന്നൊരു ഹല്ലേലൂയ പറയൂ. നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഉള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ പാഴാക്കി കളയാനായിട്ട് പാടില്ല. സഭായോഗങ്ങളെ ഒരിക്കലും നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് എന്നുള്ളതാണ് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എത്രയോ പേർക്കാണ് ഈ വർഷിപ്പ് ചെയ്യാനുള്ള അവസരം ഇല്ലാത്തതെന്ന് നിങ്ങൾക്കറിയാമോ? ചിലരൊക്കെ അണ്ടർഗ്രൗണ്ട് ചർച്ചസിലിരുന്ന് വർഷിപ്പ് ചെയ്യുന്നു. വടക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് UP-യിലൊക്കെ വീട്ടിലിരുന്ന് ആരാധിക്കാനായിട്ടുള്ള പെർമിഷൻ പോലും ഇല്ല. നമ്മളൊരു ബൈബിൾ സ്റ്റഡി വീട്ടിൽ വെച്ച് കണ്ടക്ട് ചെയ്താൽ ഉടൻ തന്നെ അവിടെ ഒറ്റുനോക്കുകാരുണ്ട്. അവർ വരും, വന്ന് പോലീസിനെ അറിയിക്കും. പോലീസ് വന്ന് നിങ്ങളെ കൊണ്ടുപോകും, എടുത്തുകൊണ്ട് പോകും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ പെർമിറ്റ് ചെയ്തിരിക്കുന്നത് CNI, മെത്തഡിസ്റ്റ്, ഓർത്തഡോക്സ്, കാത്തലിക് ചർച്ചുകളിലൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പെർമിഷനുള്ളൂ. അല്ല ഭവനത്തിലോ ഹോളിലോ ഒന്നും ചെയ്യാനായിട്ടുള്ള പെർമിഷൻ പോലും ഇല്ല. അങ്ങനെ ഒരുപാട് ഇൻസിഡന്റ് ഉള്ള സാഹചര്യത്തിൽ ദൈവം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഒരു വർഷിപ്പ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുന്ന ഒന്നാണ് ആരാധന. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പകർന്ന് ദൈവവുമായിട്ട് എന്തോ അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതാണ് ആരാധന. അതെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന അനുഭവം നമ്മളെ ജീവിതങ്ങളെ യാഗങ്ങളായി സമർപ്പിക്കുന്നതാണ് ആരാധന. അത് വലിയൊരു അനുഭവവേദ്യമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമാണ് ദൈവവും നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതങ്ങൾ ദൈവം എപ്പോഴും ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന, ദൈവം മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യാണ്. അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു മനുഷ്യപുത്രന്മാരെ. ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ചോദിക്കുന്നു, ഈ ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ദൈവത്തിന് ഇതാണോ ഏറ്റവും വലിയ ജോലി? യേശുക്രിസ്തു പോലും ദേവാലയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ 2 കാശിട്ട വിധവയെ കണ്ടു. നോക്കിയേ, ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലിരുന്ന് ഉറങ്ങുന്നവരും, വീട്ടിലിരുന്ന് വാച്ച് ചെയ്യുന്നവരും, ആരാധനാലയത്തിൽ വന്ന് വർഷിപ്പ് ചെയ്യുന്നവരും, എക്സ്ക്യൂസ് പറയുന്നവരും എല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ തരുണത്തിലൊന്നും മറന്നു പോകരുത്. സ്തോത്രം. ഞാനിന്ന് രാവിലെ ദൈവനെ ഇങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കൊരു ചിന്ത തന്നു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ
മെറ്റനോയ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ ആദ്യത്തെ വാരത്തിൽ തന്നെ ഇനാഗുറേറ്റ് ചെയ്ത് ഇങ്ങനെ ദൈവവചനം പഠിപ്പിക്കുന്നതിനായിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ദൈവം കൃപ തന്നു. അതിൽ ഒരുപാട് ബേസിക്കായിട്ടുള്ള ഫെയ്ത്തുമായിട്ട്, വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്ത വിശ്വാസത്തിൽ ജനിക്കുന്നത്, വിശ്വാസത്തിൽ വളരുന്നത്, വിശ്വാസത്തിൽ വേല ചെയ്യുന്നത്, വിശ്വാസത്തിൽ മരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു 100 എപ്പിസോഡോളം അത് കഴിഞ്ഞിട്ട് നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ടുള്ള ഒരു 100 എപ്പിസോഡ് ചെയ്തു. ഇപ്പോഴേ മനുഷ്യനെ എങ്ങനെ, വിശ്വാസികളെ എങ്ങനെയാണ് സാത്താൻ ആക്രമിക്കുന്നത് എന്നുള്ള എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഒരു 10-30 എപ്പിസോഡ് കാണും. എന്താണ് ഞാൻ പറയാനുള്ള കാര്യം? ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്നൊരു ചിന്ത എനിക്ക് വന്നു. കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചിന്തയാണ്. അതുമായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇന്ന് ചുരുക്കമായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം കർത്താവ് വീണ്ടും വരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് നമ്മുടെ പ്രത്യാശ. ശരിക്കും തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോഴും അതുപോലെ പൗലോസിൻ്റെ പഠിപ്പിക്കലെല്ലാം തന്നെ നമുക്ക് കാണാം, നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലാണെങ്കിൽ നമ്മൾ ഏറ്റവും അരിഷ്ട മനുഷ്യരാണെന്നാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ഉയരത്തിലുള്ളതായിരിക്കണം. അതുകൊണ്ട് ഉയരത്തിലുള്ളതിനെ നോക്കി നമ്മളെ പാർത്ത് ജീവിക്കണം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ കോവിഡ് വന്നതിന് ശേഷം കോവിഡിൻ്റെ പീരീഡിൽ നമുക്കറിയാമായിരുന്നു എന്തൊക്കെയാണ് ഈ ലോകത്തിലെ മൂല്യങ്ങളും അല്ലെങ്കിൽ ഈ ലോകത്തിലെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിലപ്പോഴേ കണ്ടു കാണും. ഒന്ന് മരിച്ചാലൊന്ന് കുഴിച്ചിടാൻ പോലും ആളില്ലാത്തൊരു സ്റ്റേജ്. അനേകം കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇരിക്കുന്നവർ, ദൈവമേ ഇതിൻ്റെയൊക്കെ കാര്യം എന്തായി തീരും, എന്തെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുമോ? ഈ മനുഷ്യൻ്റെ ഒരുപാട് പേര് മരിച്ചുപോയി. അതിനുശേഷം കോവിഡ് വാക്സിനൊക്കെ വന്ന് നമ്മളൊക്കെ ഫ്രീ ആയി. ഇപ്പോൾ ഏറ്റവും അടുത്ത പടി റിസർച്ച് നടത്തി വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ വാക്സിൻ എടുത്തവരെല്ലാം അധികം നാളൊന്നും ജീവിച്ചിരിക്കുകയില്ല. സ്തോത്രം. ഏറ്റവും കൂടുതലുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. ഹാർട്ട് പേഷ്യൻസ് ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുകയാണ്. ഞാൻ ഈ പറയുമ്പോൾ തന്നെ എന്റെ ഈ ഭാവമൊക്കെ കൊളുത്തുന്നു സത്യം പറഞ്ഞാല്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ ജീവിച്ചിരുന്നവർ പലരും ഇന്നില്ല. രാവിലെ ഉണർന്നെങ്കിൽ തന്നെ അതൊരു ദൈവകൃപയാണ്. ആ ഒരു രീതിയിലാണ് മനുഷ്യൻ്റെ ആയുസ്. ആയുസിനൊന്നും ഒരു വിലയില്ലാത്ത രീതി. കാരണം വെച്ചാൽ 50 വയസ്സ് 40 വയസ്സുള്ളവരൊക്കെ നിൽക്കുന്ന നിപ്പിലാണ് വീട് മരിക്കുന്നത്. ആ ഒരു സ്റ്റേജിലാണ് നമ്മുടെ ജീവിതം ആയിരിക്കുന്നത്. നമ്മൾ ഓർക്കുക, ഈ തരുണത്തിൽ നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് ജീവിക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ് ഞാൻ ഇപ്പോഴേ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ നിന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ, 21-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇതുമായിട്ട് ചേർന്നൊരു ഒത്തുവാക്യം കൂടി വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം: ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നു. ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നു. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴേ ദൈവം വേറെ ആലോചനകളും ചിന്തകളും ഒക്കെ പലപ്പോഴും ഓഡിയൻസിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം അനുസരിച്ച് പലപ്പോഴും എനിക്ക് ദൈവം മെൻ്റൽ ടെലിപ്പതി പോലെ തരാറുണ്ട്. ഇന്ന് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടാക്കുന്നതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യെശയ്യാപ്രവചനം 34-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, എൻ്റെ വചനം നിങ്ങൾ നോക്കുക, അന്വേഷിക്കുക, അതിൽ നിങ്ങൾക്കില്ലാത്ത ഒന്നും ഇല്ലാതെ ഇരിക്കുകയില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, അതിൻ്റെ ഇണ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇണ തരുന്നതെന്ന് ചോദിച്ചാൽ
ജീവിതത്തിലും അങ്ങനെയാണ്. ഇണ തരുന്ന ഫാമിലിയായിട്ട് സെറ്റ് ചെയ്യുന്നതും ദൈവത്തിൻ്റെ വലിയ മഹത്വമുള്ള പർപ്പസാണ്. ഒരു കാര്യം, ഒരു വാക്യം വേറൊരു വാക്യമായിട്ട് ഇണയാക്കി തന്നുകൊണ്ട് കൺവിൻസ് ചെയ്യിക്കുകയാണ്. ഒരു കാര്യം ഒന്നിൽ കൂടുതൽ ആളുകളുടെ സാക്ഷികളുടെ മുമ്പിൽ ഉറപ്പിക്കുന്ന കാര്യം. അതിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്ന 34:6 എനിക്ക് തോന്നുന്നത്. ആ വാക്യം ഞാൻ ഓർക്കുന്നില്ല, പെട്ടെന്ന് ഇപ്പോൾ ഓർത്ത് വന്നു. 16 വാക്യം, 34:16 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഈസ് ബ്രൂഡിങ് ഓവർ us. ആ പരിശുദ്ധാത്മാവ് അതിൻ്റെ മേളിൽ അടയിരിക്കുന്നത് പോലെ ഇരിക്കുക ദൈവത്തിൻ്റെ വചനം. ഒരു വചനം നിങ്ങൾക്ക് തന്നിട്ട് ആ വചനത്തിൽ കൂടെ വേറൊരു വചനം, അതിനകത്ത് അവൻ്റെ ആത്മാവ് എത്രയും അവയെ കൂട്ടി വരുത്തിയത്. സ്പിരിറ്റ് ഹാസ് ഗ്യാതേർഡ് ദം. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വചനത്തിൽ മാത്രമല്ല വേറൊരു വചനത്തിൽ കൂടി നമ്മളെ കൺവിൻസ് ചെയ്ത് നമ്മളെ ഉറപ്പിച്ച് ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഈ ദൈവത്തിൻ്റെ വചനത്തിന് എഗൻസ്റ്റായിട്ട് ഒന്നും നമുക്കില്ല, എല്ലാം മാറിപ്പോവും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം കാണാതെ പഠിക്കും, മെമ്മറൈസ് ചെയ്യും. കാരണം സ്വർഗത്തിലും ഇത് എഴുതി വെച്ചിരിക്കുകയാണ്, സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് മാറിപ്പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് കാണാൻ പഠിച്ചാൽ സ്വർഗത്തിൽ ചെന്നത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് നല്ലോണം അങ്ങ് കാണാൻ പഠിച്ചോ ദൈവത്തിൻ്റെ വചനം. അത് നമ്മുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഈ വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 21 അധ്യായത്തിലൊക്കെ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവ് ഇതിനകത്ത് 32 വാക്യത്തിൽ നമുക്കറിയാം, ഈ തലമുറയിൽ തന്നെ കർത്താവ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തലമുറ, ഒരു ഉപമ അവൻ പറഞ്ഞു, അത്തിയുടെ ഒരു ഉപമ പറഞ്ഞിട്ട് പറയുകയാണ്, ഈ തലമുറയിൽ തന്നെ കർത്താവ് വരും. ഈ തലമുറ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അത്തിയുടെ ഉപമ എന്താണ് പറയുന്നത്? അത്തി എന്ന് പറയുന്നത് ഇസ്രായേൽ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കണം. ഇസ്രായേലിനെ അത്തിയായിട്ട്, പൊളിറ്റിക്കലി അത്തിയായിട്ടാണ് അവരെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോഴേ ഇസ്രായേൽ തളർക്കുമ്പോഴേ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇസ്രായേൽ തളർക്കുക എന്ന് പറഞ്ഞാൽ 1948 മെയ് മാസത്തിൽ ഇസ്രായേൽ തളർത്തു. ഇസ്രായേൽ തളർത്തെങ്കിൽ അതിന് വേനൽ വന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ് ആസന്നമായി. ഈ തലമുറയിൽ തന്നെ കർത്താവ് വരും എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ തളർത്ത തലമുറയിൽ കർത്താവ് വരുമെന്നാണ്. ഇസ്രായേൽ തളർത്ത തലമുറ എന്ന് പറഞ്ഞാൽ 1948 വർഷത്തിൽ ഇസ്രായേൽ തളർത്തെങ്കിൽ മനുഷ്യന്റെ ആയുസ് ഏറെയായാൽ 180 സംവത്സരം എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മോശ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ അവിടെയുള്ള വിശ്വസിക്കാത്ത ജനത്തോടാണ്. ദൈവം മനുഷ്യനോട് പറഞ്ഞിരിക്കുന്ന, മനുഷ്യ നീ ജഡമാകുന്നു, നിന്റെ ആയുസ് 120 സംവത്സരം. ഉൽപ്പത്തി പുസ്തകം 6. അങ്ങനെയാണെങ്കിൽ ഇനിയും ലോകം 120 സംവത്സരത്തിൽ കൂടുതലൊന്നും കാണത്തില്ല. 1948 + 120, അത് കൂടുതലൊന്നും ഈ ലോകം നിൽക്കാൻ പോകുന്നില്ല. കാരണം അതിപ്പോഴേ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഞാനത് ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലൊക്കെ ആ യൂട്യൂബ് ചാനലിൽ പറയട്ടെ, നിങ്ങൾ പോയി അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഇൻസിഡൻറ്റ് മാത്രം പറയാം. അടുത്ത കാലത്താണ് എലോൺ മസ്ക് ന്യൂറോലിങ്ക് കൊണ്ടുവന്നത്. നിങ്ങൾ കേട്ട് കാണും ന്യൂറോലിങ്ക്. മനുഷ്യൻ്റെ മനസ്സ് വായിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോഴേ വണ്ടി ഡ്രൈവ് ചെയ്ത് ആലുവയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനോരമ ഇതിലേക്ക് വരുമ്പോഴേ എനിക്ക് ഉച്ചയ്ക്കൊരു ഭക്ഷണം വേണം. ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൻ്റെ കാര്യം ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ട് എനിക്ക് ആ ഹോട്ടലിൽ നിന്നൊരു ബിരിയാണി കഴിക്കണം എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചപ്പോൾ ഉടൻ തന്നെ എൻ്റെ മനസ്സിലുള്ള ചിന്ത ആ ഹോട്ടലിലെ അവനുള്ള മാനേജർക്ക് ചെന്നു. മാനേജർ ഉടൻ തന്നെ അദ്ദേഹം വരുന്നു, 15 മിനിറ്റിനകത്ത് എത്തും, ഇയാൾ ഇന്ന സ്ഥലത്തായിട്ടുണ്ട്, അന്നേരം 15 മിനിറ്റിനകത്ത് എത്തുമ്പോൾ അയാൾക്കൊരു ബിരിയാണി കൊടുക്കണം, ഓർഡർ ചെയ്ത് ഇത്ര മണിക്ക് ഇത്ര മിനിറ്റിന് ആ ബിരിയാണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ ബിരിയാണിയുടെ പൈസ ഡെബിറ്റ് ചെയ്ത് ഹോട്ടലിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. ഞാൻ അവിടെ വന്നു കഴിഞ്ഞ് കയറി ആരുടെ ഒന്നും പറയണ്ട, അവിടെ ചെന്നിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ബിരിയാണി വന്നു. മനസ്സ് വായിക്കാനുള്ള കഴിവ് ആണ് അത് പറയുന്നത്. നമ്മുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് ഇത് ആർക്കാണ് ആവശ്യം എന്ന് വെച്ചാൽ ആൻറ്റി ക്രൈസ്റ്റിനാണ്. അവനെ വർഷിപ്പ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്, അവൻ്റെ പ്രതിമ വരുമ്പോൾ അവനെ വർഷിപ്പ് ചെയ്യും എന്നുള്ള അന്തിക്രിസ്തുവിന് വേണ്ടിയുള്ള മനസ്സ് വായിക്കാനായിട്ടുള്ളൊരു കാര്യം അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോൾ അത് ഇംപ്ലാന്റ് ചെയ്യണമെന്നാണ് എലോൺ മസ്ക് പറയുന്നത്. എന്നാൽ പുതിയ ടെക്നോളജി അനുസരിച്ച് ഇഞ്ചക്ഷൻ വഴി അത് നമ്മളിൽ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ വന്നു കഴിയുമ്പോഴേ കർത്താവ് അതിനു മുമ്പ് വരും എന്നുള്ള വലിയ ഉറപ്പ്, നിർണയം നമുക്ക് വരികയാണ്. അതുകൊണ്ട് പെട്ടെന്ന് വരും എന്ന് ഇപ്പം വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൽ പറയുന്നത്
22-ാം അധ്യായത്തിൻ്റെ 7, 12, 20 ഒക്കെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് വേഗം 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 വരും എന്ന്. അത് സ്വിഫ്റ്റ്നെസ് ഓഫ് ഹിസ് കമ്മിങ്, അവൻ്റെ വരവിൻ്റെ സ്പീഡിനെ കുറിച്ചാണ് പറയുന്നത്. ഫിലദൽഫിയ സഭയ്ക്ക് എഴുതിയ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിനകത്തും അങ്ങനെ അവൻ പറയുന്നു, വേഗത്തിൽ വരുന്നു എന്ന് പറയുന്നു. കർത്താവ് വേഗത്തിൽ വരുന്നു. ഇത് വീണ്ടും വീണ്ടും പറയുകയാണ്. അനേകം വർഷങ്ങളായിട്ട് പറഞ്ഞു, ഇതുവരെയും കർത്താവ് വന്നില്ലല്ലോ. 2000 വർഷമായിട്ട് നിങ്ങളിത് പറയുകയല്ലേ, കർത്താവ് വന്നില്ലല്ലോ. അത് ഇതൊക്കെ നിങ്ങളെ ഇങ്ങനെ ചില കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു പോകും, വീണ്ടും അടുത്ത തലമുറ വരും അവരും ഇങ്ങനെ പറയും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കും. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നൊരു വാണിംഗ് ആണ് യേശുക്രിസ്തു പറയുന്നത്. അത്തിയുടെ തളിർക്കുന്ന സമയത്ത് നിങ്ങൾ കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ആ സമയം ഒരു കണി പോലെ നിങ്ങൾക്ക് വരും. അവിടെ കെണി പോലെ നിങ്ങൾക്ക് വരും എന്ന് പറയുന്നു. അവിടെ 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? 1 അതിഭക്ഷണം, 2 മദ്യപാനം, 3 ഉപജീവന ചിന്ത. ഈ 3 കാര്യങ്ങളും ലോകത്തിലുള്ള പ്രധാനമായിട്ടുള്ള മനുഷ്യർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിഭക്ഷണം, അതിനെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ഇപ്പം വീടുകളിലൊക്കെ ഭക്ഷണമൊക്കെ കുറേ ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒരുപാട് കുറഞ്ഞു. ഇപ്പം സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെയാണ് എല്ലാവരും കൂടുതലും, പ്രത്യേകിച്ച് യൂത്ത്, യങ് തലമുറകൾ കൂടുതലും അത് പ്രിഫർ ചെയ്യുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പം അതുപോലെ പല കാര്യങ്ങളും ലൈസൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭവനത്തിലും പബ്ലിക്കായിട്ടും ഒക്കെ മദ്യപാനം നടത്താനും വിശ്വാസികളുടെ ഇടയിൽ പോലും അതൊന്നും സാരമില്ല, ദൈവം ക്ഷമിച്ചു കളയുമെന്നും ഒക്കെ പറയുന്ന പഠിപ്പിക്കലുകൾ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അതൊക്കെ ജഡത്തിലെ ഒരു ബലഹീനതയാണ്, അതൊക്കെ സാരമില്ല എന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരുപാട് പഠിപ്പിക്കലുകളുണ്ട്. അതുപോലെ ഒരുപാട് ഇതിനൊക്കെ പൈസ ഒരുപാട് ആവശ്യമുണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഉപജീവന ചിന്തകൾ, എങ്ങനെ ഹൗ ക്യാൻ ഐ സേവ് മണി, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ കൂടി ഒക്കെ മനുഷ്യരിങ്ങനെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞാണ് EU മിനിസ്ട്രിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത്. യൂത്തിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. വിദ്യാർത്ഥികളെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കർത്താവിലേക്ക് നടത്താനായിട്ടുള്ള ഒരു വലിയ ശുശ്രൂഷയാണ് EU മിനിസ്ട്രി ചെയ്യുന്നത്. അത് യൂത്തായിട്ടുള്ളവർക്ക് വിവിധ കോളേജുകൾ, ഇവിടെ മഹാരാജാസ് കോളേജ്, അങ്ങനെ വിവിധ കോളേജുകളിൽ എറണാകുളത്ത് ചെറിയ ഗ്രൂപ്പുകളുണ്ട്. എടപ്പള്ളിയിലാണ് നമുക്ക് ഇതിനുള്ള ഒരു സെൻറ്ററുണ്ട്. എടപ്പള്ളി സെൻറ്ററിൽ അവിടെ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്. അവിടെ സീനിയേഴ്സിൻ്റെ ഗ്രാജുവേറ്റ് ഫെലോഷിപ്പ് ഉണ്ട്, സ്റ്റുഡൻസിൻ്റെ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്. ഇങ്ങനെയുള്ള ചില മീറ്റിങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോഴേ യൂത്തിൻ്റെ ഇടയിലുള്ള ചിന്തകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്ന യൂത്തിൻ്റെ ഇടയിൽ ചിന്തയാണ്. നമുക്കറിയാം, ഇവിടെ ഇൻഫോ പാർക്ക് അടുത്തുണ്ട്, അതുപോലെ IT ഫീൽഡുകളുണ്ട്, ബാങ്കുകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ യൂത്തുണ്ട്, ഒത്തിരി പേരുണ്ട്. നോർമലി കാണുന്ന ഇപ്പോഴത്തെ ഒരു കൺസ്യൂമർ മാർക്കറ്റാണ് ഉള്ളത്, നമുക്കറിയാം. എവിടെ ചെന്നാലും ഒരു കൊടക്കീഴിലെ കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, നിങ്ങൾക്ക് മാസത്തിൽ 30,000 രൂപ, 40,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരുന്നുണ്ടെങ്കിൽ, ഈ ക്രെഡിറ്റ് വരുന്നതെല്ലാം ഈ ഒരുപാട് കമ്പനികൾക്കറിയാം ഈ ബാങ്കിൽ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് വരുന്നത്. എന്നിട്ട് അവർ കറക്റ്റ് ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ കമ്പനികളിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു നല്ലൊരു ഓഫറുണ്ട്, ഇപ്പം ഈ കാറിൻ്റെ വില കുറച്ചിരിക്കുകയാണ്, അതിന് ലോണുണ്ട്, സാരമില്ല, 10 ലക്ഷമൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാലറി വെച്ച് നിങ്ങൾക്കൊരു 12 ലക്ഷം രൂപയുടെ ഒരു കാറൊക്കെ എടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല, നല്ലൊരു സംഭവമാണ്, നിങ്ങളത് എടുത്തു കഴിഞ്ഞാൽ മാസം ഇപ്പോഴത്തെ EMI നമുക്ക് 15 വർഷം വരെ പീരീഡ് ഉണ്ട്. അത് EMI കുറഞ്ഞിരിക്കും, അത് വലിയൊരു എമൗണ്ട് വരത്തില്ല. ഒരു 4,000 രൂപ കാറിന് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ 30,000 രൂപ ടേക്ക് ഹോം പ്രാവശ്യം 2-3 കമ്പനി വിളിക്കുമ്പം ഇവർ പോയി ഒരു കൊട്ടേഷൻ വാങ്ങും. ഒരു ഇൻഡസ്ട്രിന്നോ മാരുതിയുടെ അല്ലെങ്കിൽ ഹൈ എൻഡ് ഒരു കാറിൻ്റെ ഒരു കൊട്ടേഷൻ വാങ്ങും. അത് കൂടെ ഉള്ള ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അവിടെ ഇങ്ങനെ ഈ കാറാണോ നല്ലത്, അവിടെ നിന്ന് ഇൻ്റർനെറ്റിൽ പോയി ഏറ്റവും എഫിഷ്യൻറ്റ് കാറൊക്കെ നോക്കുമ്പം 12 അല്ല 15 ലക്ഷം ആകുമ്പോൾ ഇന്ന ഫെസിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോയി അവസാനം ഫൈനലി ഒരു കാറിൻ്റെ ലോണ് ആ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ നിന്നോ പോയി എടുക്കും.
വീണ്ടും അടുത്തൊരു കോള് വരും, ഒരു വീട്, ഒരു ഫ്ലാറ്റ് വിൽക്കാനുണ്ട്, അതിന് 1 കോടി രൂപയോ 1.5 കോടി രൂപയേ ഉള്ളൂ, നിങ്ങളുടെ സാലറി വെച്ച് 30 വർഷത്തെ പീരീഡ് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ ആ സാലറി വെച്ചിട്ട് ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാസം 25,000 രൂപയെ വരുള്ളൂ, തിരിച്ചടവ് വരുള്ളൂ. 25,000 രൂപ തിരിച്ചടവ് വരുമ്പം നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് വർക്ക് ചെയ്താൽ ഇത്രയും കൂടെ റിട്ടേൺ കിട്ടും. അത് നിങ്ങൾ കുറച്ച് 1 മണിക്കൂറുകൂടെ വർക്ക് ചെയ്താൽ പോരെ, അപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു വീട് കിട്ടും, നിങ്ങളുടെ വാടക 30,000 രൂപ 25,000 രൂപ ലാഭമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് കൺവിൻസ് ചെയ്യും. ചുരുക്കമായിട്ട് പറഞ്ഞ് അവസാനം വാട്ട് വിൽ ഹാപ്പൻ? ഒരു ഡെപ്റ്റ് ട്രാപ്പിൽ ഈ വ്യക്തി വീഴും. കാറുണ്ട് ശരിയാണ്, വീടും ഉണ്ട് ശരിയാണ്, ഒരു ഡെപ്റ്റ് ട്രാപ്പിൽ വീഴും. വീണ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാസത്തിൽ ആദ്യം സാലറി കിട്ടുമ്പോഴേ ഈ സാലറി മുഴുവൻ ഇതങ്ങ് അടയ്ക്കാനേ ഉണ്ടാവും. പിന്നെ എവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? എവൻ ജീവിക്കാനായിട്ട് അടുത്ത പേഴ്സണൽ ലോൺ അവർ കൊടുക്കും. നിനക്ക് ജീവിക്കാനായിട്ട് പേഴ്സണൽ ലോൺ. ഇതാണ് ഈ പറയുന്ന ഉപജീവന ചിന്തയിലേക്ക് യവനെ കൊണ്ട് നടത്തുന്നത്. ഇന്നത്തെ ഒരു സ്റ്റൈലാണ്, ഇന്നത്തെ ഒരു കൾച്ചറാണിത്. ഞാൻ ഈ പറഞ്ഞത് അതിശയോക്തിയല്ല. ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്ന് സീനിയർ ലെവലിൽ നിന്ന് റിട്ടയർ ചെയ്ത എൻ്റെ ജൂനിയേഴ്സായിട്ട് പലരും ഉണ്ടായിരുന്നു. ബാങ്കൊക്കെ ഒരുപാട് ലോണുകൾ കൊടുക്കുന്നുണ്ട്, എന്നാൽ പോലും അവർ വേറെ ഏജൻസി പോയി ലോൺ എടുക്കും. ഇന്നത്തെ ഒരു കൾച്ചറാണ്, ഈ കൺസ്യൂമർ കൾച്ചറാണ്. പിന്നെ എങ്ങനെയാണ് ഈ ലോണ് വീട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് വെച്ച് ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്തു. ഓവർ ടൈം വർക്ക് ചെയ്യും, ലോക്കൽ വർക്ക് ചെയ്യും, ഇൻ്റർനെറ്റ് വഴി ക്ലാസ് എടുക്കാൻ നോക്കും. രാത്രിയിലിരുന്ന് അവർ പഠിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. ഇൻ്റർനെറ്റ് വഴി ക്ലാസ് എടുത്ത് ഇൻകം ഉണ്ടാക്കാൻ നോക്കും. പല രീതിയിൽ ഇവർ ഇതിനു വേണ്ടി അടിമപ്പെട്ടു പോകുന്ന ഒരനുഭവം. മർക്കോസ് 4:19 വരുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇഹലോകത്തിൻ്റെ ചിന്തകൾ. യേശുക്രിസ്തു ഒരു ഉപമ വഴി, വിതയ്ക്കുന്നവൻ്റെ ഉപമ വഴി പറയുന്ന ഭാഗങ്ങളാണ് അതിൽ പറയുന്നത്. മർക്കോസ് 4 അധ്യായത്തിൽ മുഴുവൻ വിതയ്ക്കുന്നവൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നതാണ്. 3-ാം വാക്യം തൊട്ട് അതാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഫൈനാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഫൈനൽ ആയിട്ട് വരുന്ന ഭാഗത്തിലാണ് ഈ 4:19 പറയുന്നത്. ആദ്യം പറയുന്നത് ആ വചനം വീണ് സാത്താൻ എടുത്തോണ്ട് പോയി. അല്ല, 16-ാം വാക്യം തൊട്ട് പറയുന്നുണ്ട്, 15-ാം വാക്യം തൊട്ട് വഴിയരികെ വീഴുന്ന വിത്ത്, അത് വിതച്ച വചനം വിതയ്ക്കുന്നു. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയത്തിൽ വിതച്ച വചനം എടുത്തുകൊണ്ട് പോകുന്നു. ഇത് വലിയൊരു കാര്യമാണ്. ഇന്നും ഇതുപോലെ വചനം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഭകളിൽ പഠിപ്പിക്കലുണ്ട്, ബൈബിൾ സ്റ്റഡീസ് ഉണ്ട്, കോട്ടേജ് ഫെലോഷിപ്പ് ഉണ്ട്, സൺഡേ സ്കൂളുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വചനം വിതയ്ക്കുകയാണ്. എന്നാൽ പലപ്പോഴും സാത്താൻ ഇതങ്ങ് മോഷ്ടിച്ചുകൊണ്ട് പോകും. സാത്താന് ഭയങ്കര മിടുക്കനായി വചനം മോഷ്ടിക്കാനായിട്ട്. നമുക്കറിയാം, സാത്താനെ ജയിച്ചത്, യേശുക്രിസ്തു ജയിച്ചതെല്ലാം ദൈവത്തിൻ്റെ വചനം കോട്ട് ചെയ്താണ് ജയിച്ചത്. സാത്താനും ദൈവത്തിൻ്റെ വചനമൊക്കെ അറിയാം, നന്നായിട്ട് അറിയാം. അവൻ പഠിച്ചിട്ടുണ്ട്. സാത്താനെ കുറിച്ച് പഠിക്കുമെന്ന് അറിയാം. അവൻ ഭയങ്കര ബുദ്ധിമാനായിരുന്നു. അവൻ്റെ തേജസ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, വേറെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു, അവൻ ഇരുട്ടിലായി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അവൻ ജ്ഞാനസമ്പൂർണനാണ്. നമ്മൾ ജ്ഞാനികളായിരിക്കാം, പക്ഷെ അവൻ ജ്ഞാനസമ്പൂർണനാണ്. നമ്മൾ അറിയുന്നതിന് മുമ്പേ അവൻ അറിയും. നമ്മൾ ഒരു കാര്യം അറിയുന്നതിന് മുമ്പേ അവൻ 2 കാര്യം മുമ്പേ അറിയും. നീ ഇന്നത് ചെയ്യുമെന്ന് വരെ അവൻ അറിയാം. അതുകൊണ്ട് ആ ഒരു രീതിയിൽ അവൻ ജീവിക്കുന്നുണ്ട്. വചനം തൊടുക്കുമ്പോൾ തന്നെ അത് അവന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരനുഭവം. അടുത്തത് വേറൊരു ടൈപ്പാണ്. ക്ഷണികരായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് അവർ പറയുന്നുണ്ട്, ഷാലോ റൂട്ടിങ്. only Christians when they are coming to churches. പള്ളിയിലെ മാത്രം ക്രിസ്ത്യാനി. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഭക്തിയാ, ഭയങ്കര ഫെലോഷിപ്പാ. ഇത് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി കഴിയുമ്പം വേറൊരു കമ്പാർട്ട്മെൻ്റാണ്. ദാറ്റ് ഈസ് വേൾഡ്. ഞാൻ വേറൊരു കമ്പാർട്ട്മെൻ്റാണ്. there is no compartmentalization in Christian life. We should be Christian in our marketplace. നമ്മുടെ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ക്രിസ്ത്യാനിയായിട്ടായിരിക്കണം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ വെളിച്ചങ്ങളാണ്, നിങ്ങൾ ഉപ്പാണ്, ശുദ്ധീകരിക്കാനായിട്ടാണ് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നുള്ള വലിയ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വേണം. ഹൗ ക്യാൻ ഇറ്റ് കം ടു യുവർ ഹാർട്ട്? എങ്ങനെയാണ് വരുന്നത്? ദൈവവചനത്താൽ നിറയണം. ഡീപ്പ് റൂട്ടിങ്. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളും. അന്നേരം പറയുമ്പോൾ അത് എനിക്കുള്ളതല്ല, എൻ്റെ അയലോക്കാരനുള്ള.
അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭാര്യയ്ക്കുള്ളതെന്ന് പറയും. എനിക്ക് ഭാര്യയ്ക്കുള്ളതാണ്. ദൈവവചനം വീണ്ടും വീണ്ടും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഞാൻ കൂടെ കൂടെ നോക്കുകയാണ് അവിടെ സമയം നിർന്നത്. ഞാൻ മുഖവര ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ്. ജോ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ജോ കൊച്ചു പയ്യനാ, 4 വയസ്സേ ഉള്ളൂ. അവൻ്റെ അമ്മ റേച്ചൽ പറഞ്ഞു, അവിടെ ഒരു ജാം വെച്ചിട്ടുണ്ട്, നീ അത് എടുക്കരുതെന്ന് പറയാം. എൻ്റെ അടുത്തൊരു സ്പൂണും ഉണ്ട്, എടുക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പുറത്തോട്ട് പണിക്ക് പോയി. ഇവന് ഈ ജാമെന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്പൂണും ഇരിപ്പുണ്ട്, ജാമും ഇരിപ്പുണ്ട്, ഇപ്പുറത്തെ ഒരു സ്റ്റൂളും ഉണ്ട്. അവൻ ആ സ്റ്റൂളിൽ കയറി, അമ്മ പോയി നോക്കുന്നുണ്ട്, അമ്മയൊന്നും ഇല്ലല്ലോ. അവൻ പോയി ആ സ്റ്റൂളിൽ കയറി ആ ജാം എടുത്ത് അവൻ തിന്നു. തിന്നിട്ട് അടച്ച് അവിടെ വെച്ചു. ജാം നേരത്തെ സ്പൂണിലെടുത്തുകൊണ്ട് സ്പൂണിൽ നേരത്തെ തന്നെ ജാമിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അറിയത്തില്ല അത് എടുത്തോ ഇല്ലയെന്ന് അറിയത്തില്ല. അമ്മ കുറച്ച് കഴിച്ച് വന്നപ്പോൾ അവനിങ്ങനെ നിൽക്കുകയാണ്. അമ്മയ്ക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി അവൻ ജാം എടുത്തിട്ടുണ്ടത്. അല്ല, നിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. അന്നേരം അമ്മ ചോദിച്ചു, നീ ജാം എടുത്തോ എന്ന് ചോദിച്ചു. അന്നേരം അമ്മയുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞില്ല, ഞാൻ എടുത്തില്ല. അത് വീണ്ടും അമ്മ ജാമിനെ നോക്കിയിട്ട് വീണ്ടും അവനോട് ചോദിച്ചു, നീ എടുത്തോ. ഇതിപ്പോൾ അവൻ്റെ നോട്ടം അമ്മയുടെ മുഖത്തുനിന്ന് മാറി അമ്മയുടെ നെഞ്ചു ഭാഗത്തോട്ടായി, വയറ് അങ്ങോട്ടായി ചോദിച്ചു, നീ ജാം എടുത്തോ. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. മൂന്നാമത് വീണ്ടും ചോദിച്ചു, നീ ജാം എടുത്തെന്നാണല്ലോ എനിക്ക് തോന്നുന്നു, നീ ജാം എടുത്തോ. അന്നേരം അവന് അമ്മയുടെ കാലിൻ്റെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് എടുത്തില്ല എന്ന് പറഞ്ഞു. അല്ല, നീ എടുത്തത് കണ്ടിട്ട് എൻ്റെ വോളിയൊക്കെ കുറഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവൻ നേരെ താഴോട്ട് നോക്കി, അവൻ്റെ കാലിലോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉടുപ്പിലെ കുറച്ച് ജാം ഇരിപ്പോട്ട് എൻ്റെ വീട്. ഇത് പറയാനുള്ള കാര്യം, ദൈവത്തിൻ്റെ വചനം ഇതുപോലെയാണ്. ഒരു വായനയിലൊന്നും നമുക്ക് പല കാര്യങ്ങളും വെളിപ്പെടത്തില്ല. രണ്ടാമത് വായിക്കുമ്പം പറയും, അതെൻ്റെ ഭാര്യയ്ക്ക് പറ്റിയതാ, എനിക്ക് പറ്റിയല്ല എന്ന് പറയും. മൂന്നാമത് വായിക്കുമ്പോൾ പറയും, എൻ്റെ ചർച്ചിലുള്ളവർക്ക് പറ്റിയതാ, അത് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. 4ഓ 5ഓ പ്രാവശ്യം അത് വായിക്കുമ്പോഴായിരിക്കും അത് എനിക്ക് വേണ്ടി ആ ദൈവം പറഞ്ഞ് എൻ്റെ പാപത്തെയാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് റിപ്പീറ്റഡായിട്ട് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിലെ രൂപാന്തരം വരുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ പാപങ്ങളെ എക്സ്പോസ് ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഈ നാളുകളിൽ നമ്മൾ വിശുദ്ധിയായിട്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇഹലോകത്തിൻ്റെ ചിന്തകൾ വന്ന് മൂടുമ്പോഴേ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ബലപ്പെടുത്തേണ്ടത്. അത് ഷാലോ ആയിരുന്നാൽ പോരാ. ഷാലോ ഇരുന്നാൽ അത് ചില ആളുകൾക്ക് അതൊരു ഇൻഫർമേഷനാണ്. ദൈവത്തിൻ്റെ വചനം ഒരു ഇൻഫർമേഷൻ അല്ല. ഇറ്റ് ഷുഡ് ബി ആൻ ഇൻഫർമേഷൻ ഫസ്റ്റ്, then it has to go as a revelation in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിപ്പാടായി മാറണം. then it has to make and go through experiences. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു എക്സ്പീരിയൻസ് ആയി മാറണം. ഹല്ലേലൂയ. അപ്പോഴാണ് അവിടെ മിറക്കിൾ മേക്കിംഗ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിളായി കാണുന്നത്. ഈ നാളിൽ ദൈവത്തിൻ്റെ വചനം ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇൻഫർമേഷൻ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഹാർട്ടിൽ റിവീൽ ചെയ്യട്ടെ, ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് ആവട്ടെ. എൻ്റെ വഴികൾക്ക്, എൻ്റെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇഹലോകത്തിൻ്റെ ചിന്തകളെ നമ്മളെ വന്നൊരിക്കലും പിടിച്ചുകൊണ്ട് പോകരുത്. വീണ്ടും ഇവിടെ പറയുന്നു ധനത്തിൻ്റെ വഞ്ചന, ഡിസീറ്റ്ഫുൾനെസ് ഓഫ് ദ റിച്ചസ്. അത് വലിയൊരു കാര്യമാണ്. ഈ ധനത്തിനൊരു വഞ്ചനയുണ്ട് പ്രിയമുള്ളവരെ, അത് ഓർക്കണം. നമ്മളീ പറയുന്ന അത്ര നല്ല ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഈ ധനം. നീ എന്നെ ധനവാനാക്കല്ലേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ആവശ്യമാണ്, നമുക്ക് ജീവിക്കാൻ പൈസയൊക്കെ ആവശ്യമാണ്, ഇല്ലതൊന്നും പറയണ്ട. പക്ഷെ അതിനൊരു വഞ്ചനയുണ്ട്. യേശുക്രിസ്തു തൻ്റെ മിനിസ്ട്രി നടത്താനായിട്ട് പണം സമ്പാദിച്ചെങ്ങും പോയില്ല. യേശുവിൻ്റെ മിനിസ്ട്രി നടത്തി, ആൾക്കാരുണ്ടായിരുന്നു നടത്താനായിട്ട്. അന്ന് ഉള്ള ഭരണാധികാരിയുടെ ഫൈനാൻസ് ഉള്ള ആൾ വരെ യേശുവിൻ്റെ ശുശ്രൂഷ നടത്തി എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷ 8 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോഴേ ദൈവത്തിൻ്റെ ശുശ്രൂഷ ദൈവം നടത്തും. അതിനൊരു വഞ്ചനയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാനായിട്ട് പറ്റുകയില്ല. ഇന്ന് പലരും അതിൻ്റെ പുറകെ പോയിട്ട്
ഒരുപാട് സ്പിരിച്വാലിറ്റിയിലെ ഒരുപാട് ധനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന് കൊടുക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ശരിയാണ്, ദൈവത്തിന് കൊടുത്താൽ അനുഗ്രഹിക്കും എന്ന് പറയാൻ. അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞാൽ 100 വെച്ചാൽ 1000 കിട്ടുമെങ്കിൽ ഇനി ആ ഒരു പരിപാടി ദൈവം പറഞ്ഞാൽ പോരായിരുന്നു നമുക്ക്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം ഉദ്ദേശിക്കുന്ന ആ രീതിയിലുള്ളൊരു കൊടുപ്പല്ല. ദൈവത്തിന് കൊടുക്കണം, അതൊക്കെ ആവശ്യമാണ്, ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കണം, എല്ലാം ആവശ്യമാണ്. എന്നാൽ ധനം സമ്പാദിക്കാനായിട്ടുള്ള വക്രമായിട്ടുള്ള ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, ഡോണ്ട് ഗീവ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദ മെറ്റീരിയൽ തിങ്സ്. അതാണ് ഏറ്റവും ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ലവ് ഓഫ് ദ മണി ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ഈവിൾ. 1 തിമോത്തി 6:10 പറയുന്ന വാക്യമാണ്. സകല ദോഷങ്ങൾക്കും കാരണമായി തീർന്നു. ധനികനാകാൻ ആഗ്രഹിക്കുന്ന പലരും പരീക്ഷയിൽ അകപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് മോഹിക്കരുത് എന്നുള്ള ഒരു വാക്യമാണ് ഉള്ളത്. അതുകൊണ്ട് ധനത്തിന് വഞ്ചനയുണ്ട്. അതുകൊണ്ട് ഈ ധനം സമ്പാദിക്കുന്നത് പലപ്പോഴും ശ്രദ്ധിക്കുക, നിത്യതയെ ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ്. പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. ലോകത്തെ സ്നേഹിച്ചാൽ പലപ്പോഴും എന്നെ വിട്ടുപോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്ത ധനം സമ്പാദിക്കുന്നതിലുള്ളൊരു ചിന്തയല്ല ആവശ്യം. എപ്പോഴും അത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മിഷൻ ഡീറെയിൽ ചെയ്ത് പോകുന്നതായിട്ട് കാണും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വലിയൊരു പർപ്പസിനാണ്. അതാണ് ഓർക്കേണ്ടത്. ദൈവം നമ്മളെ വലിയൊരു പർപ്പസിനാണ് വിളിച്ചത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ ദൈവത്തെക്കുറിച്ച് ഷെയർ ചെയ്യാനായിട്ട്, ദൈവവചനം ഷെയർ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളെ ഒരു ലൈറ്റായിട്ട് ആക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളെ ദൈവം ഈ ലോകത്തിലെ ആക്കിയത് അവരുടെ പ്രകാശം ജാതികളുടെ മേലെ റേഡിയേറ്റ് ചെയ്യാനായിട്ടാണ്, അവർ പ്രകാശിക്കാനായിട്ടാണ്. എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അവരെ ദൈവം ശിക്ഷിക്കുന്ന, പല സമയങ്ങളിലായിട്ട് അവരെ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർ അപ്പോഴും ചിന്തിച്ചത് എന്താണ്? മിസ്രൈമിൽ അവർ വില കൂടാതെ വാങ്ങിച്ച ചിറ്റുള്ളി, ചീരുള്ളി, മത്തങ്ങ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്, ഇറച്ചിയൊക്കെ അവർ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ വലിയ മഹത്വത്തെക്കുറിച്ചല്ല അവർ ചിന്തിച്ചത്. മന്ന കൊടുത്തപ്പോഴാണ് ദൈവം അവർ പറഞ്ഞ അതാണ്, ഞങ്ങൾക്ക് ആ മിസ്രൈമിൽ കഴിച്ച ഭക്ഷണമായിരുന്നു നല്ലതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ലോകത്തിലെ ചിന്തകളെ, ധനം സമ്പാദിക്കുക, ഇങ്ങനെയുള്ള മോഹങ്ങളിൽ എപ്പോഴും അടിമപ്പെട്ട് മനുഷ്യനായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറേണ്ട ആവശ്യമായിരിക്കുന്നു, പ്രത്യേകിച്ചും വിശ്വാസികൾ. 3 പറയുന്നത് ലെസ്റ്റ് ഓഫ് അതർ തിങ്സ്. മറ്റ് ലെസ്റ്റ് എന്ന് പറയാൻ എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കുക, അതാണ് ആഗ്രഹം. ചിലപ്പം വിശ്വാസമൊക്കെ ഒന്ന് മാറ്റി വെച്ചാലും കുഴപ്പമില്ല, ഫെയ്ത്ത് ഒക്കെ ഒന്ന് മാറ്റി വെച്ചാലും കുഴപ്പമില്ല, അതെങ്ങനെയെങ്കിലും കൈക്കലാക്കുക, ഒരു ഡിറ്റർമിനേഷൻ. അതിനു വേണ്ടി വേണമെങ്കിൽ അങ്ങ് പ്രാർത്ഥിക്കും, ഉപവസിച്ച് പ്രാർത്ഥിക്കും, അത് കൈക്കലാക്കാൻ വേണ്ടി. എന്തോ മണ്ടത്തരങ്ങളാണ് ചെയ്യുന്നതെന്ന്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് ഉലച്ചിലാണ് വരുന്നത്. ഇതൊക്കെ ആരാ? പിശാച് കൊണ്ടുവരുന്ന സാധനമാണ്. ദയവായിട്ട് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, പിശാച് നമ്മളെ ആക്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലസ്റ്റ് ഇതാണ്. ദൈവം കൊണ്ട് പിശാച് നമ്മളെ ആക്രമിക്കുന്ന കാരണം വിശ്വാസികൾ എത്ര പേരാണ് വീണു പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച 1500 പാസ്റ്റേഴ്സ് ഒരു മാസത്തിലെ വിശ്വാസം വിട്ടുഴന്ന് ലോകത്തിലേക്ക് പോകുന്നു. ഞാനല്ല പറഞ്ഞ്, മിഷണറി മീഡിയയുടെ സർവേയാണ് പറയുന്നത്. ഒരു മാസത്തിൽ 1500 പാസ്റ്റേഴ്സ് വിശ്വാസം വിട്ടുപോകുന്നു. ലോകത്തിലുള്ള, ഇന്ത്യയിലുള്ള കാര്യമല്ല, ലോകത്തിലുള്ള കാര്യമാണ്. ദാറ്റ് മീൻസ് പിശാച് എന്ത് കളിച്ചുകൊണ്ടായിരിക്കുന്നത്. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഈ മീൽസ് ഫ്ലൈറ്റിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിക്കത്തിൽ നിന്ന് ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. അതിനെ തൊട്ട് അടുത്തിരുന്ന ഒരാൾ പറഞ്ഞു, ഞാനിന്ന് ഫാസ്റ്റിംഗ് ആണെന്ന്. ഇദ്ദേഹം വിചാരിച്ചു ഇയാൾ വിശ്വാസിയാണ്, ഒരു ഫാസ്റ്റിംഗ് ആണ്. അന്നേരം അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഫാസ്റ്റിക്കുന്നത്, ഐ ആം ബിലീവിങ് ഇൻ സൈറ്റൻ. ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഫോർ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫാമിലീസ്. കുടുംബങ്ങൾ ശിഥിലമാകാനായിട്ടാണ് ഞാൻ ഫാസ്റ്റ് ചെയ്യുന്നത്. ആ പറഞ്ഞ ദൈവദാസൻ ഇന്ന് മരിച്ചുപോയി. ഇവിടെ പ്രായമുള്ളൊരു മനുഷ്യനാണ്, IEM-ന്റെ വലിയൊരു മിഷണറിയാണ്. ഞാൻ എന്താ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പിശാച് അവൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ദൈവീക മണ്ഡലങ്ങളിൽ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് മിഖായേലുമായിട്ടൊരു യുദ്ധം നടത്തി പിശാചിനെ എന്നേക്കുമായി ഭൂമിയിലേക്ക് തള്ളിയിടുന്നത്. അവൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
അവൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വക്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ചെന്ന് ഗദരദേശത്തൊരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ പിശാച് പറഞ്ഞൊരു വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കും, അതുകൊണ്ട് ഞങ്ങൾക്കറിയാം, യേശുവെ ഞങ്ങളുടെ സമയം ആയിട്ടില്ല. അതിനും പിശാചിനറിയാം എൻ്റെ സമയമായിട്ടില്ല. എന്നാലും പിശാചിൻ്റെ സമയം അടുത്തു എന്ന് പിശാച് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് എല്ലാ അതിക്രമങ്ങളും അക്രമങ്ങളും പിശാച് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 10 കൽപ്പനകളാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ നിയമവ്യവസ്ഥകളും ഉണ്ടാക്കിയത്. നമ്മൾ കോർട്ടിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന നിയമവ്യവസ്ഥകളെല്ലാം 10 കൽപ്പനകളുടെ ബേസിലാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൽപ്പനയായി വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന കൽപ്പന എത്ര ഡയല്യൂട്ട് ചെയ്തു ഇന്ന് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ ഇന്ത്യയിലെ വിധി ഉണ്ടാക്കി ഇപ്പം പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിയമം ആ രീതിയിൽ മാറ്റി. അങ്ങനെ മാറ്റിക്കൊണ്ട് ഓരോ നിയമങ്ങളും, ഈവൻ കൊലപാതകം പോലും മാറ്റിക്കൊണ്ട് ഓരോ നിയമങ്ങളും മാറ്റി 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 മനുഷ്യനെ ഇന്ന് ഞെരുക്കി നിഷ്ഫലനാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു പിശാചിൻ്റെ ഉള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നതിനാൽ നമ്മൾ ഈ നാളുകളിൽ ഇത് കൂടുതൽ ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് നമ്മൾ സാത്താൻ ഹൃദയങ്ങളിൽ നിന്ന് വചനം കൊണ്ടുപോകരുത്. നമ്മൾ ഷാലോ റൂട്ട് ഉണ്ടാവരുത്. സത്യത്തിൽ നമ്മൾ വളരണം. സാഹചര്യങ്ങൾ വരുമ്പോൾ മാറിപ്പോരുത്. മൂന്നാമത് മുള്ളിനിടയിൽ പെട്ടതുപോലെ നമ്മൾ ഈ 3 കാര്യങ്ങൾ, ഇഹലോകത്തിൻ്റെ ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, മറ്റ് വിഷയമോഹങ്ങൾ കടന്നിട്ട് ഈ വചനം നിഷ്ഫലമായി പോകരുത് എന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോ ബി റെഡി. നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം. ബി റെഡി, ഒരുങ്ങിയിരിക്കണം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം അതിൻ്റെ റെഫറൻസിലേക്ക് പോകുന്നില്ല. മത്തായി 24:44, ലൂക്കോസ് 12:40 നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ എന്ന് പറയുന്നു. മത്തായി 24:44 മനുഷ്യപുത്രൻ വരുന്നതിനാൽ നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ എന്ന് പറയുന്നു. എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കണം. കാരണം കർത്താവ് വരുന്ന ഇപ്പം ഈ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിന് 2 വരവുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നു. ഒന്ന് രഹസ്യ വരവില് കേൾക്കുന്നവരാണ് രൂപാന്തരപ്പെടുന്നത്. അപ്പോഴ് കല്ലറയിലുള്ളവരും എഴുന്നേൽക്കും. ഈ കർത്താവിൻ്റെ കാഹളനാദം കേൾക്കാൻ പറ്റുമോ? എന്റെ ചോദ്യം അതാണ്. കർത്താവിൻ്റെ കാഹളനാദം കേൾക്കാൻ പറ്റും? നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പാർക്കുന്നവരുണ്ട്, സബ്മറൈനിൽ ഇരിക്കുന്നവരുണ്ട്, സൗണ്ട് പ്രൂഫിൽ ഇരിക്കുന്നവരുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ കർത്താവ് കാഹളം വിളിക്കുമ്പോൾ കേൾക്കാൻ പറ്റും? നമുക്ക് ഈ ചെവി കൊണ്ട് കേൾക്കുന്ന ഒരു കേൾവിയല്ല അവിടെ പറയുന്നത്. കർത്താവിൻ്റെ കാഹളമാർക്ക് കേൾക്കുന്നത് നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആമേൻ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കെടുക്കരുതെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് സെൻസിറ്റീവ് ആയിരിക്കണം. ഒരുപാട് പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും സാരമില്ല എന്ന് പറയും. പിന്നെ പരിശുദ്ധാത്മാവ് കുത്തും തരത്തില്ല. ഈ കൊലപാതകം ചെയ്യുന്നതെല്ലാം എളുപ്പമെന്നാണ് പറയുന്നത്. ഗൂണ്ടകളോട് ചോദിച്ചാൽ അവർ പറയും. എന്ന് പറയുന്ന പോലെ ഇത് സാരമില്ല 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 എന്ന് പറയുന്നവര് അൾട്ടിമേറ്റ്ലി ദേ വിൽ ഗോ ടു ദ ഡിച്ച്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണമെങ്കിൽ നമ്മൾ ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിന് സെൻസിറ്റീവ്നെസ് അവരെ കാഹളം കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് ഒരുങ്ങിയിരിക്കണമെന്ന് പറയുന്നത്. അവിടെ ഞാൻ കർത്താവിനെയൊക്കെ അറിഞ്ഞു, കുഴപ്പമില്ല, ഇനി പ്രശ്നമില്ല, ഇനി കർത്താവിൻ്റെ കാര്യമൊക്കെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോഴേ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രക്ഷയൊക്കെ പെർമനൻ്റ് ആണ്, അത് മാറിയൊന്നും പോകത്തില്ല. പക്ഷേ കൈവിടപ്പെട്ടു പോയ അനേകം ആളുകൾ അവിടെ ഉണ്ടെന്ന് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. രക്ഷ നഷ്ടപ്പെടുത്തൊന്നുമില്ല. പക്ഷേ വി ഹാവ് ടു നമ്മളെ തന്നെ റെഡിയാക്കി ഒരുങ്ങിയിരിക്കണം. അതുപോലെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ബി അവേക്ക്, ഉണർന്നിരിക്കണം എന്നുള്ളതാണ്. അത് മത്തായി 24:42 പറയുന്നുണ്ട്. കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായുകൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്നു. ഒരുപാടടുത്ത മത്തായി, ലൂക്കോസ്, മർക്കോസ് ഇവിടെ എല്ലാം പറയുന്നു ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, പരീക്ഷയിലാകപ്പെടാതെ ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ഉറങ്ങിപ്പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. വിശ്വാസം കുറയാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്.
സാഹചര്യങ്ങൾ പോകുമ്പോൾ എല്ലാം നമുക്ക് എതിരായി തരുമ്പോൾ എന്തോ കർത്താവായത് ഞാൻ ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടുപോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഈ ലോകത്തിലെ വിഷയാസക്തി വന്നിട്ട് നമ്മളെ പിടിച്ചു മുറുക്കാനായിട്ടുള്ള ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ഉണർന്നിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത് ബി അലേർട്ട്, ജാഗ്രതയുള്ളവരായിരിക്കണം. റെവലേഷൻസ് 3:19 പറയുന്നു, നീ ജാഗ്രതയുള്ളവനായി ഇരിക്കുക എന്ന് പറയുന്നത് ലവോദിക്ക സഭയ്ക്ക് എഴുതുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പറയുന്നത്. കാരണം നീ എല്ലാം ഉണ്ടേ എന്ന് പറഞ്ഞിരിക്കുകയാണ് നിനക്ക്. കാരണം യു ആർ ഹാവിങ് സോ മച്ച് റിച്ചസ്. ദൈവം നിന്നെ അനുഗ്രഹിച്ചു. കാരണം നിന്റെ പിതാക്കന്മാരൊക്കെ ഇരുന്ന് മുട്ടുമേന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ നിന്റെ തലമുറയെ അനുഗ്രഹിച്ചു. നിനക്ക് നല്ല ജോലി തന്നു, നല്ല വീട് തന്നു, എല്ലാ പ്രൊവിഷനും തന്നു. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട. നിന്റെ തലമുറയെ നീ കൈമാറ്റം ചെയ്യാതെ നീ വിഷമിച്ചിരിക്കുക, നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ലവോദിക്ക സഭയോട് പറയുന്ന, നീ ജാഗ്രതയായിരിക്കുക. കർത്താവെ ഊതിക്കഴിച്ച പൊന്ന് വാങ്ങാനാ പറയുന്നത്. യേശു ക്രിസ്തു എന്ന ഊതിക്കഴിച്ച പൊന്നിനെ വാങ്ങാൻ. നിനക്ക് വസ്ത്രമില്ല, നീ നഗ്നനായിരിക്കുന്നു, നീ കുരുടനായിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നീ വീണ്ടും ഒന്ന് ട്രാൻസ്ഫോംഡ് ആവണം, വീണ്ടും ജാഗ്രതയുള്ളവനായിരിക്കണം. ബി അലേർട്ട്. അവസാനം പറയുന്ന ഒരു കാര്യം, നമ്മൾ ജ്ഞാനിയായിരിക്കണം. ബി വൈസ്. നമ്മുടെ ജീവിതത്തിലെ വൈസാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഇതിനകത്ത് തന്നെ 1 തെസ്സലോനിക്കർ 5:1 പറയുന്ന, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ അറിയുന്നവരാണല്ലോ. കാരണം ദൈവത്തിന്റെ മക്കൾക്കറിയാം കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച്. അവിടെ ദൈവത്തിന്റെ മക്കൾ ഈ നാളിൽ ജ്ഞാനമുള്ളവരായിരിക്കണം. അവിടെ നമ്മൾ ചെയ്യാനായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനെ മോൾഡ് ചെയ്ത് അങ്ങോട്ട് പോകാനല്ല. നമ്മൾ വി ഷുഡ് ബി അലേർട്ട്. നമ്മൾ ബി റെഡി, ബി അവേക്ക്, ബി അലേർട്ട് ആൻഡ് ബി വൈസ്. ഈ നാളുകൾ നമ്മുടെ ജീവിതങ്ങൾ ആ രീതിയിലാണോ എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ സഭയിൽ എനിക്കിന്ന് നിങ്ങളോട് ഈ വചനങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് പ്രിയ ദേവദാസനോട് സഹായിച്ച ഓർത്ത സ്തോത്രം. 1980-കളിലാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത്, ദാറ്റ്സ് ഒബീഡിയൻസ്, ഫെയ്ത്ത് ഈസ് ഒബീഡിയൻസ് എന്ന് ദൈവം EU മിനിസ്ട്രി വഴിയാണ് എന്നെ മനസ്സിലാക്കി തന്നത്. അതിനുശേഷം എനിക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നോട്ട് തിരിഞ്ഞു നോക്കുക. അന്ന് തൊട്ട് ഗോഡ് ഈസ് ഹെൽപ്പിംഗ് അസ് ടു ഗോ ഫോർവേഡ്. അതുപോലെ തന്നെ ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ദൈവം എനിക്ക് വലിയൊരു ബേർഡൻ തന്നെ നോർത്ത് ഇന്ത്യ മിഷനെ കുറിച്ച്. നോർത്ത് ഇന്ത്യയിലെ ദൈവ കൃപയിലെ 6-7 ലോക്കൽ ചർച്ചസ് ഉണ്ട്. അവരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, സൺഡേയിലെ വർഷിപ്പ് കൂടുന്നു. അവിടെ എല്ലാം വലിയ മിറക്കിൾസ് നടക്കുന്നുണ്ടെന്ന് നാം മറന്നു പോരുത്. ഇവിടുത്തെ പോലെ അല്ല, ഭയങ്കര മിറക്കിൾസ് നടക്കുന്നുണ്ട്. അനേകം ആളുകൾ കർത്താവിനെ അറിയുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ട് അനേകം ആളുകൾ താല്പര്യത്തോട് വരുന്നുണ്ട്. അതനുസരിച്ച് ഒപ്പോസിഷനുമുണ്ട്, ധാരാളം ഒപ്പോസിഷനുമുണ്ട്. ഇപ്പം തന്നെ ഹിമാചലിൽ ഒരു ചർച്ച് പൂട്ടിച്ചപ്പോൾ അവരെ ഞങ്ങളിപ്പം ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുക, ഹിന്ദി സ്പീക്കിങ്ങിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാനായിട്ട്. അവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം വലിയ പ്രയാസം. അവരുടെ ടോട്ടലി ഹൗസ് അറസ്റ്റ് പോലെ, പുറത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിൽ ദൈവകൃപയാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയില്ല എന്ന് മാത്രം. അതുപോലെയുള്ള സാഹചര്യങ്ങൾ കൂടി മനുഷ്യർ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇന്ത്യയിൽ പോലും നമുക്ക് സുവിശേഷത്തിനുള്ള സ്വാതന്ത്ര്യമില്ല. നമുക്കറിയാം, നമ്മുടെ അപ്പുറവും ഇപ്പുറവും, നമ്മുടെ ക്ലാസ്സിലും നമ്മുടെ ഭവനത്തിൽ നമ്മുടെ അയലോക്കത്തും ഒക്കെ ഉള്ള ആളുകൾ ഈ കർത്താവിനെ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന അനേകം ആളുകളുണ്ട്. നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ദൈവം തന്നിട്ടുണ്ട്. അവരെ കർത്താവിലേക്ക് നടത്താനുള്ള വലിയ റെസ്പോൺസിബിലിറ്റി, അവരെ ദൈവത്തിലേക്ക് നടത്തുക എന്ന് പറയുന്നത് വലിയൊരു ഉത്കൃഷ്ടമായ ഒരു മിനിസ്ട്രിയാണ്. അത് ദൂതന്മാർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു ശുശ്രൂഷ. ദൈവം ദൂതന്മാരെ സുവിശേഷം അറിയിക്കാൻ ഏൽപ്പിക്കുന്നത് അവസാന ആന്റിക്രൈസ്റ്റ് ഭരണത്തിന് ശേഷമാണ്. അതിനു മുമ്പൊന്നും ദൂതന്മാരെ ദൈവം ഭരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. നിത്യ സുവിശേഷം എന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, അവസാനമാണ്. അതുവരെയും നമ്മളാണ് ദൈവത്തിൻ്റെ പാനപാത്രവാഹകന്മാരായിട്ട് നമ്മളായിത്തീരേണ്ടത്. കർത്താവിൻ്റെ വലിയ കാരിയേഴ്സായിട്ട്, ദൈവത്തിൻ്റെ വചനവുമായിട്ട് ദൈവമാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അത് നമ്മൾ മറന്നു പോരുത്. അവൻ്റെ നിക്ഷേപം ഈ മൺപാത്രങ്ങളിലുണ്ടെങ്കിൽ ഈ നിക്ഷേപം ഇരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വമുണ്ട്, ഗ്ലോറിയുണ്ട്, അവൻ്റെ വലിയ അനോയിൻറ്റിങ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഇതുമായിട്ട് മിക്സ് ചെയ്ത് ഈ ലഘുലോക ചിന്തകളിലായിപ്പോയി നമ്മളങ്ങ് നശിച്ചു പോകരുത്. എസ്പെഷ്യലി യൂത്ത്. എനിക്ക് യൂത്തിനോട് കൂടുതൽ പറയാനുള്ള ഇതാണ്, ഇന്ന് ഒരു ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു പെരിഫറിയിലുള്ളൊരു സംഭവമാണ്. പണ്ടത്തെ ആള് പറയുന്നുണ്ടായിരുന്നു, ഹാച്ചിങ്, മാച്ചിങ് ആൻഡ് ഡെസ്പാച്ചിങ്. അതിന് മാത്രം സഭയെ ഉപയോഗിക്കുന്നു.
ജനിക്കുമ്പോൾ കൊണ്ടുവന്ന് ചേർക്കണം, കല്യാണം കഴിപ്പിക്കണം, കുഴിച്ചിടണം. അതല്ല ശുശ്രൂഷ. ദൈവ ശുശ്രൂഷ അതിനുവേണ്ടിയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വലിയ വിളക്കുകളാണ്, നമ്മൾ വലിയ ഉപ്പായിട്ടുള്ള വലിയ ശുശ്രൂഷ നമ്മൾ ചെയ്യാനായിട്ട് ദൈവം വിളിച്ചാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ യൂത്ത്സിനെയൊക്കെ നിങ്ങളുടെ തലമുറകൾക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുത്തവരെ പഠിപ്പിക്കണം. ഞാൻ പറയുന്നത് ഓരോ വീട്ടിലും ഒരു സെൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഓരോ വീടുകളിലും ഒരു സെൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അടുത്തുള്ളവരെ വിളിച്ചിട്ട് ആ വചനം പറഞ്ഞു കൊടുക്കുക. വലിയ പ്രസംഗം ഒന്നും പറയണ്ട, ദൈവവചനം എടുത്തൊന്ന് വായിക്കുക. 2 പ്രാവശ്യം വായിക്കുക, 3-4 പ്രാവശ്യം വായിക്കുമ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പാപം നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രം മതി. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. എനിക്ക് ഈ സമയം തന്നോർത്ത് സ്തോത്രം. തുടർന്നും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ യൂട്യൂബ് ചാനൽ വഴി അനേകം ആളുകൾ 10,000-4,000 പേര് അത് വ്യൂ ചെയ്യുന്നുണ്ട്. ദൈവം അത് ഈ ദിവസങ്ങളിൽ കൂടുതൽ പേര് കാണുകയും അത് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യാനായിട്ട് ഇടവരണം. അനേകം ആളുകൾക്ക് അതിനകത്ത് സൗഖ്യം വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന അവർ നന്ദിയും ഒക്കെ അറിയിക്കുന്നുണ്ട്. അതെല്ലാം ദൈവം നടത്തുന്ന വിധങ്ങളാണ്. അത് പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ നോർത്ത് ഇന്ത്യയിലും ഏകദേശം ഒരു 100 ചർച്ചോളം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ചെയ്യുവാനായിട്ട് ദൈവം കൃപ തരണം. ഒരു പേരും ഇല്ല, ഒരു പേരും ഇട്ടിട്ടില്ല, ഒരു പേരും ആഗ്രഹിക്കുന്നുമില്ല. കാരണം ദൈവത്തിൻ്റെ പേര് മാത്രം മതി, നമ്മുടെ പേരൊന്നും വേണ്ട. കാരണം ഒരു കിങ്ഡം ബിൽഡപ്പ് അല്ല ഇത്, ഒരു ഇൻഡിവിജ്വലിൻ്റെ കിങ്ഡം ബിൽഡിംഗ് ഒന്നും അല്ല. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ച് പറഞ്ഞത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ വളരെ ആഴത്തിലുള്ള ദൈവികമായ ഒരു ശബ്ദമാണ് നമ്മൾ കേട്ടത്. തീർച്ചയായിട്ടും ഹൃദയങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഈ നാളുകളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള ദൈവവചനം നമ്മുടെ ഇടയിൽ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിന് യാതൊരുവിധ പ്രയോജനവും ഇല്ല. നമ്മൾ ചർച്ചിൽ കടന്നു വന്ന് സീറ്റെല്ലാം വാമാക്കി കടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ നമ്മൾ എത്രത്തോളം പ്രയത്നിക്കുന്നുവോ അത്രത്തോളമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അനുസരണത്തിൻ്റെ ആത്മാവ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തമായിട്ട് ഈ നാളുകളിൽ കടന്നു വരണം. സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു മാനസാന്തരത്തിൻ്റെ ശക്തിയിലൂടെ അല്ലെങ്കിൽ ഒരു മാനസാന്തരത്തിലൂടെ എനിക്കും നിങ്ങൾക്കും കടന്നു പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനിയും നിങ്ങൾ ഈ പറഞ്ഞതായിട്ടുള്ള ലോകത്തിൻ്റെ അവസ്ഥകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾക്ക് ദൈവത്തിൻ്റെ ശുശ്രൂഷ നിവർത്തിക്കുവാനായിട്ട് കഴിയില്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്പെസിഫിക് കോള് നമുക്കുണ്ട്. ഇപ്പൊ നമ്മൾ കേട്ടു, നമ്മൾ ഉണർന്നിരിക്കണം, ജാഗ്രതയോടുകൂടി ഇരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? കർത്താവിൻ്റെ വരവ് വന്നു, കർത്താവ് എടുത്തു. ആ ഒരു കാര്യം മാത്രമല്ലല്ലോ അതിനകത്തുള്ളത്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച വലിയ ഒരു ശുശ്രൂഷ നമ്മുടെ മധ്യത്തിൽ കിടക്കുകയാണ്. ആ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? ആ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കുന്നുണ്ടോ? പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു നാളിലും ഈ സുവിശേഷത്തിൻ്റെ ശക്തിയെ അത് എത്രത്തോളം നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാതിരിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു പോവുക. ഇന്ന് ലോകത്തിൽ ഈ കർത്താവിൻ്റെ സുവിശേഷമല്ലാതെ മറ്റൊന്നും തന്നെ നമ്മളെ മാറ്റിമറിക്കാൻ കഴിയത്തില്ല. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഞാനത് LRSൽ നിന്നാണ്, ഡോക്ടർ കെജോൺ അങ്കിളിൽ നിന്നാണ് ഞാനത് പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിവായിട്ട് കിടന്നാൽ, ഇൻഫോർമേഷനായിട്ട് കിടന്നാൽ എന്ത് പ്രയോജനം? നമ്മുടെ ജീവിതത്തിലേക്ക് അതൊരു അനുഭവമായിട്ടും അതൊരു രൂപാന്തരമായിട്ടും മാറിയില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതെല്ലാം വെറും വൃഥാവല്ലേ? ആലോചിച്ച് നോക്കി. വിശ്വാസികളാണ്, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾക്കൊരു മാറ്റം വരുന്നില്ല എങ്കിൽ എവിടെ ചെന്ന് നമ്മൾ അവസാനിക്കും? ചിന്തിച്ചു നോക്കിയാട്ടെ പ്രിയമുള്ളവരെ. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സമയത്തെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുമോ?
നമ്മുടെ സമയങ്ങളെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റുമോ? നമ്മൾ കേട്ടതുപോലെ ദൈവവചനത്തിന് എത്രത്തോളം നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയും? സങ്കീർത്തനം 109 105 നമ്മൾ വായിക്കുന്നത് എന്താണ്? കാലിന് ദീപമായിട്ട് പാതയ്ക്ക് പ്രകാശമായിട്ട് നിൽക്കുന്ന ഈ ദൈവവചനത്തിന്റെ ആഴം നമ്മളെ അത് മാറ്റിമറിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് പ്രയോജനം, പ്രിയമുള്ളവരെ? അതുകൊണ്ട് ഈ നാളിൽ ഒരു ചെറിയ ഒരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ അധികമൊന്നും ചെയ്തില്ലെങ്കിലും നമ്മളിപ്പോൾ കേട്ടതുപോലെ ഹൃദയത്തിൽ ഈ വചനം ക്രിയ ചെയ്യുവാൻ നമ്മളൊന്ന് അനുവദിച്ചു കൊടുത്താൽ അത് വലിയ മാറ്റങ്ങളിലൂടെ നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു മാറ്റം തന്നെയായിരിക്കും. നമുക്കൊരു പാട്ട് പാടി കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ജോഷുവ, പ്ലീസ് കം. നമുക്കൊരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ കേട്ട വചനത്തെ ഈ ചെവിയിലൂടെ കേട്ടത് പുറത്തു കളയാനുള്ളതല്ല. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിയട്ടെ, പ്രിയമുള്ളവരെ. സ്തോത്രം. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ക്രമീകരിക്കാൻ നമുക്ക് പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായതാണ്. അവൻ്റെ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒഴുക്കിയതാണ്. ഈ വക്രബുദ്ധിയും ഈ ഇഹലോക ചിന്തയും പണത്തോടുള്ള താല്പര്യവും ജീവിതത്തിൽ ആരെ നമുക്ക് പറ്റിക്കാമെന്നുള്ള ആ രീതിയിലുള്ള ചിന്തകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെങ്ങനെയാണ്? നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഈ വചനം കൊണ്ടുവന്ന മാറ്റം എന്താണ്? താങ്ക് യു ജീസസ്. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവൻ തയ്യാറാണ്. കേട്ട വചനത്തിൻ്റെ ആഴം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു മാറ്റം വരുത്തണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, ഇതൊരു ഇൻഫോർമേഷനായിട്ടല്ല, ഇതൊരു അറിവായിട്ട് എൻ്റെ ജീവിതത്തിൽ കിടക്കരുത്. ഇതൊരു അനുഭവമായിട്ട്, ഇതൊരു പ്രകാശനമായിട്ട്, ഇതൊരു രൂപാന്തരമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. താങ്ക് യു ജീസസ്. ബ്ലെസ് യു ഫാദർ. ബ്ലെസ് യു ജീസസ്. To Jesus I surrender, all to Him I freely give. I will ever love and trust Him, in His presence daily live.
blessed Savior, I surrender. ആര് ഈ കർത്താവിന്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുവാൻ willing ആണ്? Bless you, Jesus. To thee, my Hallelujah. blessed പൂർണ്ണമായിട്ടും ഒരു ചേഞ്ച് എന്റെ ജീവിതത്തിൽ വരണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ലോകത്തിന്റെ ചിന്തകൾ കൊണ്ട് ഹൃദയം ക്രൗഡഡ് ആയിട്ടിരിക്കുന്നവർ എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ? ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ളതാണ്, ഈ ദിവസം നിങ്ങൾക്കുള്ളതാണ്. കർത്താവേ, അങ്ങ് നിന്റെ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ ആ ആത്മാവ് ഇന്ന് ഹൃദയങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. കർത്താവേ, അങ്ങ് സംസാരിക്കണമേ കർത്താവേ. ഒരു മനുഷ്യനുമല്ല സംസാരിക്കേണ്ടത്, പരിശുദ്ധാത്മാവാണ് ഇന്ന് സംസാരിക്കേണ്ടത്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് നിന്റെ മക്കളെ ഓരോരുത്തരെയും നീ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ മുന്നേറുവാൻ ആരെയും നീ അനുവദിക്കരുതേ കർത്താവേ. I rebuke all the evil's plan. പിശാചിന്റെ സകല തന്ത്രങ്ങളുടെ മേലും കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം കടന്നു വരുവാൻ. Yes Lord, I believe, I trust, I believe, I trust in you God. Thank you Jesus, thank you Jesus. സറണ്ടർ ചെയ്യുവാൻ തയ്യാറാണ് ഇന്ന് പകൽക്കാലം? ജീവിതത്തെ പൂർണ്ണമായിട്ടും അവനെ ഏൽപ്പിക്കുവാൻ ആര് തയ്യാറാണ്? അവരുടെ മധ്യത്തിൽ കർത്താവുണ്ട്, അവരോട് കർത്താവ് സംസാരിക്കും. Blessed Savior, I surrender. To thee, my blessed Savior, I surrender. Thank you Jesus. My Hallelujah. blessed Savior, Glory God. I surrender. Thank you Lord. Thank you Jesus. Thank you Jesus. കർത്താവേ, നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമെന്ന് അടിയനോർത്ത് പ്രാർത്ഥിക്കുന്നു. സകല പാപങ്ങളിൽ നിന്നും വിട്ട് അകന്നുകൊണ്ട്, ലോകത്തിൻ്റെ മോഹചിന്തകളെ വിട്ട് മാറ്റിക്കൊണ്ട് വിശ്വാസ ജീവിതത്തെ ഊർജ്ജസ്വലമാക്കുവാൻ കർത്താവേ അങ്ങ് പ്ലാൻ ചെയ്യുകയും അങ്ങ് വിളിച്ച വിളിക്ക് തുല്യമായി അവരുടെ ജീവിതത്തോട് അങ്ങ് സംസാരിച്ചവരെ വളർത്തിയെടുക്കുകയും ചെയ്യണമെന്ന് അടിയൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഇരിക്കട്ടെ പിതാവേ. രോഗത്തിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും വരെ വിടുവിക്കട്ടെ. അഡിക്ഷനുകളിൽ നിന്ന് ദൈവം വിടുവിക്കട്ടെ കർത്താവേ. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടവരട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അടിയൻ ചോദിക്കുന്നു പിതാവേ, ആമേൻ. സ്തോത്രം. നമുക്കിരിക്കാം ദൈവസന്നിധിയിൽ ഒരു 4-5 മിനിറ്റ് കൂടി നമുക്കിരിക്കാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു. ചില പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മുടെ ചേർച്ച് പലപ്പോഴും ചെറിയൊരു ചർച്ച ആണെങ്കിൽ പോലും പലപ്പോഴും പല രീതിയിലുള്ള റെഫറൻസുകൾ പലരും പറയുകയും പല ആൾക്കാരും പലരുടെയും ജീവിതത്തിൻ്റെ ചില സന്നിഗ്ധാവസ്ഥയിൽ കടന്നു വന്ന് അവരെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചിനെ നോക്കിയിട്ട് നമ്മൾ ചെയ്യാറില്ല. ചർച്ചിലെ മെമ്പറാണോ അതൊന്നും നമ്മൾ നോക്കാറില്ല. ആർക്കൊക്കെ സഹായം ആവശ്യമുണ്ടോ അവരെയൊക്കെ നമ്മൾ സഹായിക്കാനായിട്ട് നമ്മൾ വില്ലിങ് ആണ്. വളരെ ചെറിയൊരു ചർച്ചാണ്, പക്ഷേ എങ്കിൽ തന്നെയും വളരെ നല്ല എമൗണ്ട് തന്നെ പലർക്കും കൊടുക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ വീട് വെച്ച് കൊടുക്കാൻ പോലും റോട്ടറി ക്ലബ്ബും ഒക്കെ ആയിട്ട് സഹകരിച്ച് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ദൈവസ്നേഹത്തിൽ മാത്രമാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ആരെയും നമ്മൾ അനുവദിക്കരുത്. ദൈവ വചനത്തെ നമ്മൾ സ്നേഹിക്കുന്നു, ദൈവ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു, പാവപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുന്നു. ഇതെല്ലാം ഒരു ഫാക്റ്റ് ആണെങ്കിലും നമ്മൾ വിവേചന ബുദ്ധിയുള്ളവരും നമ്മൾ വയസ്സായിട്ടുള്ളവരും ആയിരിക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇടയിൽ കടന്നു വരികയും പണം ചോദിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് പണം ഒരിക്കലും നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ അങ്ങനെ പണം കൊടുക്കണമെന്ന് ഏതെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചർച്ച് വഴി, പാസ്റ്റർ അല്ലെങ്കിൽ ചർച്ച് വഴി മാത്രം നിങ്ങൾ കൊടുക്കുക. ഇവിടെ ഒരു കവർ നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഈ കവർ നിങ്ങൾ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ കവറ് സത്യത്തിൽ ഇതിനകത്ത് ടൈത്ത്, ഓഫറിങ്, സ്പെഷ്യൽ ഓഫറിങ്, മിഷൻസ് നോർത്ത്, ഔട്ട്റീച്ചേഴ്സ്, പുവർ ഫണ്ട്, ബ്ലെസ്ഡ് ടു ബി ബ്ലെസ്ഡ്, ഇങ്ങനെ ഏകദേശം 7 കാര്യങ്ങളായിട്ട് ഇതിനെ വേർതിരിച്ചിട്ടുണ്ട്. എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട്? ഈ കവർ എത്ര പേര് കണ്ടിട്ടുണ്ട്? നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ ഈ കവർ? ഇതിവിടെ എപ്പോഴും ഇരിക്കുന്നൊരു കവറാണ്. 2008 മുതൽ ആലോചിച്ച് നോക്കണം. 2008 ഓൺവേഡ്സ് ഈ കവർ ഇവിടെയുണ്ട്. നമ്മൾ ഒരിക്കലും പണമോ അല്ലെങ്കിൽ ഈവൻ ഓഫറിങ് പോലും ഞാൻ ചിലപ്പോഴും പല സമയങ്ങളിൽ മറന്നു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓഫറിങ്ങിനോട് ആൾക്കാരോട് ഓഫറിങ് ഇടണമെന്ന് പറയാൻ തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ ഇതിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ഒരു ചർച്ചാണിത്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വാല്യൂ ബേസ്ഡ് ആണ്. ഞാൻ ട്രെയിൻ ചെയ്ത് ജേക്കബ് പണിക്കൊക്കെ അറിയാം. USA വഴിയാണ് ഞാൻ കത്താവിലേക്ക് കടന്നു വന്നത്. USA പഠിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രിൻസിപ്പിൾ പണത്തിന് വളരെ പ്രിൻസിപ്പിൾ പഠിപ്പിക്കുന്ന ഒരു ഇതാണ്. വിശ്വാസത്തിലാണ്. ക്യാമ്പിനാണെങ്കിലും ഇവാഞ്ചലിസ്റ്റിക് ക്യാമ്പ് ആണെങ്കിലും എന്ത് ക്യാമ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും കടന്നു വരിക. അതിൻ്റെ ചെലവ് 2000 രൂപയാണ്. പക്ഷേ പണം ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ കടന്നു വരുവാൻ തടസ്സമാകരുത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതി വയ്ക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ. അപ്പൊ വിശ്വാസമാണ് അവിടെ ഉള്ളത്. ആ ഒരു ട്രെയിനിങ് ഞാൻ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചർച്ചിലുള്ള പാവങ്ങളുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പണം ചോദിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പറയേണ്ടത്, നിങ്ങൾ പേഴ്സൺ പ്ലീസ്. ഞാൻ ഒരുപാട് കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കൊടുക്കരുത്. ഇതിനകത്ത് നിങ്ങൾ എഴുതി വെക്കുക, ആ വ്യക്തിയുടെ പേര് എഴുതി വെച്ചിട്ട്, ഇത് നിങ്ങൾ ആ പണം ഒരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നിയാൽ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ എഴുതി വെച്ചിട്ട് പുവർ ഫണ്ട് എന്ന് എഴുതി 500 രൂപ എന്ന് എഴുതി നിങ്ങൾ ഇതിനകത്ത് ഇട്ടാൽ, ഈ പണം കൈകാര്യം ചെയ്യുന്നവര് അത് എടുക്കുമ്പോൾ അത് ഇന്ന ആൾക്ക് കൊടുക്കേണ്ടതാണെന്ന് മനസ്സിലായിട്ട് ചർച്ചായിട്ട് പണം കൊടുക്കും. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യത്തില്ല. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്നും ഞാൻ പറയുന്ന ഒരാളല്ല, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല സന്ദർഭങ്ങളിലും പലരെയും സഹായിച്ചു, പല രീതികളിൽ സഹായിച്ചു, പല എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ സിറ്റുവേഷൻസ് ബെറ്റർ ആവുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് മാറി വേറെ ഏതെങ്കിലും ചെറിയ രീതികളിലേക്ക് കടന്നു വരുമ്പോഴോ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേർച്ചിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിനേ ചെയ്ത് അവരവരുടെ വഴിക്ക് പോകും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേട്ട ദൈവവചനം പ്രകാരം നമ്മൾ നോക്കിയാൽ തന്നെയും പണത്തിന്റെ ചിന്തകൾ കൊണ്ട് അവരവരുടെ വഴിക്ക് പോവുക.
പിന്നെ ചേർച്ചിനെ യാതൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചേർച്ചിൻ്റെ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെ ഭാഗമാവാനോ ആർക്കും താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് പിന്നീട് വരുന്നത്. നമുക്കൊരു വാല്യൂ സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണം. നമ്മളെല്ലാവരെയും സഹായിക്കും, നമ്മളെല്ലാവർക്കും ഒരു സഹായമായിട്ട് നമ്മൾ നിൽക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ചില പോളിസികൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ റിലേഷൻഷിപ്പുകൾ, ബന്ധങ്ങൾക്ക് നമുക്കൊരു ഉലച്ചിൽ വരാതെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ഒരിക്കലും ഒരു ബന്ധം ഒരു ഉച്ഛേദിക്കില്ല. ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലരുടെ കയ്യിൽ നിന്ന് പണം ചിലർ മേടിച്ചു, പക്ഷെ തിരിച്ചു കൊടുത്തില്ല, ഒരു വലിയ ബുദ്ധിമുട്ടായി തീർന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് പൈസ മേടിക്കും, അത് സമയത്തിന് കൊടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. കോടനാട് ചർച്ചിൽ നമുക്കറിയാം, കോടനാട് ചർച്ചിൽ ഏറ്റവും വലിയൊരു പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായി. വലിയൊരു ചർച്ചാണിത്. ഒരു ബ്രദർ മറ്റൊരു ബ്രദറിനോട് പൈസ കടം മേടിച്ചു. പാസ്റ്റർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയാതെയാണ് ആ ബിസിനസ് ഒക്കെ നടന്നത്. അവസാനം അത് വലിയ പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥകളിലായി, വലിയൊരു സംഭവങ്ങളിലേക്ക് പോയി. ആ സമയത്താണ് ഞാൻ അറിയുന്നത്. വലിയൊരു ബുദ്ധിമുട്ടായി തീർന്നു. അത് ചെറിയ എമൗണ്ട് ഒന്നുമല്ല, 60 ലക്ഷം രൂപയൊക്കെയാണ്. നിങ്ങൾ ചിന്തിക്കണം. കോടനാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലേജ് ചർച്ച നിങ്ങൾ വിചാരിക്കരുത്. അവിടെയുള്ള ആൾക്കാരുടെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള രീതികളിൽ പണം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. 60 ലക്ഷം രൂപയാണ്. ആലോചിച്ച് നോക്കൂ. അവസാനം ഏതാണ്ട് 6 മാസം ഞാൻ അതിൻ്റെ പുറകെ നടക്കേണ്ടതായിട്ട് വന്നു ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട്. അവസാനം കൊടുത്ത വ്യക്തിയുടെ വീട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. ഞാൻ ദൈവവചന പ്രകാരം എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ 0 ആവണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പൈസ ഇദ്ദേഹത്തിന് കൊടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ വീട് വിറ്റോ, നിങ്ങൾ 0 ആയിക്കോ, കുഴപ്പമില്ല, എന്നാലും ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ. അവസാനം ആ മനുഷ്യൻ എന്നെ വിശ്വസിച്ചു, അദ്ദേഹം അത് ചെയ്തു. അപ്പൊ റിലേഷൻഷിപ്പ് പക്ഷെ ബ്രേക്കായി. അവിടെയുള്ള റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്കായി. എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ ഇതിനകത്തൊരു ഫെസിലിറ്റേറ്റർ, മീഡിയേറ്ററുമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഇവിടെ നമ്മുടെ കൂടെയുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തോടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ്. അദ്ദേഹം ചില കാര്യങ്ങളിൽ ആത്മീയമായിട്ട് വളരാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വിട്ടുപോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വിട്ടു പോകരുത്, നിങ്ങൾ നിൽക്ക്, കുറച്ച് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടില്ല, പോയി. അതിനുശേഷം പിന്നീട് വാട്സാപ്പിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള മെസ്സേജസുകൾ അല്ലെങ്കിൽ എന്താ ഇതിന് പറയുന്നത്, പ്രൊഫൈലിൽ വരുന്നു, ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്, എനിക്ക് ആരും എന്നെ സഹായിക്കാനില്ല, എന്നെ സഹായിക്കണം, ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ എന്നെപ്പോലുള്ള അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട്, അവർ സഹായം അവർ കൊടുക്കുന്നുണ്ട്, കൊടുത്തു കഴിഞ്ഞു, അതെല്ലാം ശരിയാണ്. പക്ഷേ മാനിപ്പുലേറ്റീവായിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ വന്നു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ആലോചിച്ച് നോക്ക്. പക്ഷെ പൈസ കൊടുത്ത് എവിടെ പോയി? അപ്പോൾ പൈസ കൊടുത്തല്ലോ. അപ്പോൾ എഴുതി വയ്ക്കുന്ന മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെ. ഇന്നലെ രാത്രി ഞാനൊരു മെസ്സേജ് കണ്ടു, അദ്ദേഹത്തിൻ്റെ തന്നെ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ സെയിം വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ്, യാത്രയാകുകയാണ്, ബൈ എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന്. എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഞാൻ പ്രീതിയോട് പറഞ്ഞു, പ്രീതി ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇയാൾ സൂയിസൈഡ് ചെയ്തില്ല, ഇയാൾ ഒന്നും ചെയ്തില്ല. ഇതൊക്കെ മാനിപ്പുലേറ്റീവാണ്. 2008 2007 അങ്ങാണ്ടാണ് തോന്നുന്നു, ഒരാൾ ഇതുപോലെ ട്രാക്ട് കണ്ടിട്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വന്നു. ഒരാൾ സജസ്റ്റ് ചെയ്തു, അയാൾ എൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് 3 പെൺമക്കളാണുള്ളത്. അദ്ദേഹത്തിന് പെൺമക്കൾക്ക് പഠിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അന്ന് വന്നു. ഞാനും പ്രീതിയും കൂടെ ഞങ്ങൾ അവിടെ വീട്ടിൽ പോയി ഇതെല്ലാം ചെയ്തു. ബുക്ക് മേടിച്ചു കൊടുത്തു, പൈസ കൊടുത്തു, കാര്യങ്ങളെല്ലാം കൊടുത്തു. സൂയിസൈഡൊന്നും ചെയ്യേണ്ട, നിങ്ങൾ രക്ഷപ്പെട്ടോളും, ദൈവം നടത്തിക്കോളും എന്നൊക്കെ പറഞ്ഞു.
ഇതെല്ലാം പറഞ്ഞു മാക്സിമം ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഓരോ സമയവും അദ്ദേഹം വിളിക്കും, ഇപ്പം ഞങ്ങൾക്ക് വീട്ടിൽ ചോറ് വയ്ക്കാൻ പൈസ ഇല്ല, എന്തെങ്കിലുമൊക്കെ പൈസ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കും. അങ്ങനെ ഈ മാനസികാവസ്ഥ അങ്ങനെയാണല്ലോ. ഒരു ദിവസം രാത്രി 12-1 മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൾ, ഞാനിപ്പം കെട്ടി തൂങ്ങാനായിട്ട് ഫാനിൻ്റെ അവിടെ നിന്ന് കയറ് കെട്ടി വെച്ചേക്കുവാണ് പാസ്റ്ററെ, ഒന്നുമില്ല ഈ പാസ്റ്റർ വരണം, അല്ലെങ്കിൽ എനിക്കൊരു 10 പൈസ തന്ന ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, എടോ താൻ വന്നില്ലെങ്കിൽ ഞാനിപ്പോൾ തൂങ്ങിച്ചാവും. ഞാൻ പേടിച്ചു പോയി. ഉള്ള കാര്യം പറയാമല്ലോ, സത്യം പറയാം. കാരണം ഫോണിലല്ലേ വന്നിരിക്കുന്നത്, ഫോണിൽ ലാസ്റ്റ് മെസ്സേജാണ്. ഇദ്ദേഹം തൂങ്ങിച്ചത്ത് കഴിഞ്ഞാൽ ഈ പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ലാസ്റ്റ് മെസ്സേജ് പാസ്റ്റർ അരുൺ രാമകൃഷ്ണൻ. ഇങ്ങേരെന്തോ പരിപാടി പിടിക്കില്ലേ? പ്രിയമുള്ളവരെ, അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് റൂറൽ SP ആയിരുന്നു. ഉള്ള കാര്യം പറയാലോ, AV ജോർജ്. അദ്ദേഹം USI ഈ വഴി ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ട് നല്ലൊരു ഫ്രണ്ടും ആയിരുന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. സാർ, ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുകയാണല്ലോ, എന്താ ഞാൻ ചെയ്യണ്ടേ? അരുണെ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചു എന്നോട് ആദ്യം. അങ്ങനെ ഇതിപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്, ഇവിടെ കയറ് കെട്ടി തൂക്കി വെച്ചേക്കാണ്. എൻ്റെ അരുണെ, അയാളെങ്കിലും സൂയിസൈഡൊന്നും ചെയ്യാൻ പോകില്ല, അതായത് അരുണിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചേക്കണം. അയാൾ അതിനെക്കുറിച്ച് പറയണ്ടാവണ്ട, ഏത് ലൊക്കേഷനൊന്നും എനിക്ക് തരാൻ പറഞ്ഞു. ഞാൻ ഈ ലൊക്കേഷൻ കൊടുത്തു, ഗണപതി ചിറ്റൂർ റോഡ് ഗണപതി ടെമ്പിളിൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞ് ലൊക്കേഷൻ കൊടുത്തു. വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് 6 പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കോള് വന്നു. 6 പോലീസ് സ്റ്റേഷനിൽ കോള് വന്നു, സാറേ ഇങ്ങനെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പം സെർച്ചിലാണ്, ഇയാളെ പൊക്കിയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 1:30-2 മണിയായപ്പോൾ നോർത്ത് കസ്ബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻഫർമേഷൻ തന്നു. SI വിളിച്ചു, അരുൺ രാമകൃഷ്ണൻ. അതെ, അരുൺ രാമകൃഷ്ണനാണ്, ഇവിടെ വരെ ഒന്ന് വരണം. എവിടെ വരെ? കസബ പോലീസ് സ്റ്റേഷൻ വരെ. എന്തിനാണ്? പറഞ്ഞ ആളെ പൊക്കിതേ പോലീസ് സ്റ്റേഷൻ നിർത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടം കൊണ്ട് ഇത് അവസാനിക്കും? ഞാനും പ്രീതി കൂടെ പോയി അവിടെ ചെന്നപ്പോൾ ഇങ്ങേരവിടെ ഇരിപ്പുണ്ട്, കുനിഞ്ഞവിടെ ഇരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു മനസ്സിലാക്കി. എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു കാര്യമുണ്ട്, നമ്മൾ കൊടുക്കുന്ന പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയെ ക്ലോസ് ചെയ്യണം. ഇവർക്ക് നമ്മൾ ചെന്നേ പറ്റത്തുള്ളൂ, വേറെ ആരും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ അവസാനം ഇവർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത്, ഈ AV ജോർജ് അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്തു. അവർ തന്നെ അറേഞ്ച് ചെയ്ത് പിന്നെ ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, കേസും വഴക്കാണോ ഒന്നും വേണ്ട, വിട്ടേക്ക് ഇയാളെ എന്ന് പറഞ്ഞു. അത് അവിടെ വെച്ചിട്ട് അവസാനിച്ചു. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് പ്രിയമുള്ളവരെ എനിക്കുണ്ട്. ഞാൻ ഇതൊന്നും മുൻപ് നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളോട്. ഞാനിതിപ്പോൾ പറയാനുള്ള കാര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മധ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. പാവങ്ങളുണ്ട്, പണം ആവശ്യമുള്ളവരുണ്ട്, ഒരു കുഴപ്പമില്ല, നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്യും, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾക്ക് ടൈത്ത്, ഓഫറിങ്, സ്പെഷ്യൽ ഓഫറിങ്, മിഷൻസ്, നോർത്തിലേക്കുള്ള മിഷൻസ്, ഔട്ട്റീച്ചിനുള്ള ഫണ്ട്, ബ്ലെസ്ഡ് ടു ബി ബ്ലെസ്ഡ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ അനുഗ്രഹിക്കപ്പെടാനായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി ഞാനിവിടെ വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് അനൗൺസ് ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അനൗൺസ് ചെയ്യുന്നുള്ളൂ. നിങ്ങളിത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇടയിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെടാൻ താല്പര്യമുള്ളവർക്ക് രക്ഷ സൗജന്യമായിട്ട് ദൈവം കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ചെറിയ ചെറിയ ഹെൽപ്പ് കൊടുക്കേണ്ടുന്നവർക്ക് നമുക്ക് കൊടുക്കാം, ഹെൽപ്പ് ചെയ്യാം. പക്ഷെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നമ്മളെ അനുവദിക്കരുത്, ചൂഷണം ചെയ്യാൻ നമ്മളെ അനുവദിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം സോറി ഫോർ, ഞാനിന്ന് ഗസ്റ്റ് ഉണ്ടായപ്പോഴും ഞാൻ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ട് എനിക്ക് വന്നതിൽ എനിക്ക് വളരെ അധികം വിഷമം. ഞാൻ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പണവും നമ്മൾ ദൈവത്തിൻ്റെ മിനിസ്ട്രി, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടുള്ളതാണ്. കള്ളൻ അറുക്കാനും മോഷ്ടിപ്പാനും കടന്നു വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പൈസ പോലും മിനിസ്ട്രിക്ക് കൊടുക്കാൻ, നമുക്ക് പാവങ്ങൾക്ക് നമ്മൾ സഹായിക്കാം, ഒന്നും കുഴപ്പമില്ല. പക്ഷെ ജെനുവിൻ ആയിരിക്കണം. ആ ജെനുവിനിറ്റി നമ്മൾ നോക്കണം. എന്നോട് ജോസഫങ്ങൾ എപ്പോഴും എന്നെ വഴക്ക് പറയുന്ന ഒരു ആളാണ്.
പാസ്റ്റർ സൂക്ഷിക്കണം. ജോസഫ് പെങ്ങൾ വളരെ ഡിസേൺമെന്റ് ഉള്ളൊരു ആളാണ്, ഒരു ബാങ്കറാണ് കേട്ടോ. വളരെ ഡിസേൺമെന്റ് ഒരാളാണ്. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും പോട്ടെ എങ്കിൽ എന്ന് പറയാറുണ്ട്. സൂക്ഷിക്കണം. അതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഞാനിത് പറഞ്ഞ് ചിരിക്കുന്നുണ്ടെങ്കിലും വളരെയധികം എനിക്ക് വിഷമമുണ്ട്. ഒരുപാട് പണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ ചേർച്ചിൽ നമ്മൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വീട് വെച്ച് കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. ആ സ്ത്രീ ഇന്ന് എവിടെ? ചർച്ചിലുണ്ടോ? അവരില്ല ഇവിടെ. ഒരു ഡയാലിസിസിന് ഒരു അമ്മയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തു. എവിടെയാ വ്യക്തി? ചർച്ചിലുണ്ടോ? ഇല്ല. വളരെ നാളുകൾ നമ്മൾ മിഷനും ബാക്കിയുള്ള സപ്പോർട്ടിനായിട്ട് ഒരു പാസ്റ്ററൽ ലെവലിൽ തന്നെ ഒരാളെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു സംഭവം നടന്നു. നമ്മൾ എല്ലാവർക്കും എല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ചില പറ്റിയെന്ന് വരത്തില്ല. ചില കാര്യങ്ങൾ നമ്മൾ ദൈവവചന പ്രകാരം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നു. നമ്മൾ ഇപ്പോൾ എവിടെ? അദ്ദേഹം ഇവിടെ ഇല്ല. ജിനേ ബ്രദർ അറിയാലോ, ആളെ മനസ്സിലായല്ലേ? നമ്മൾ വേറൊരു ഫാമിലി നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ സിക്കായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വരാനായിട്ട് പറ്റിയില്ല. അദ്ദേഹത്തിന് വേറെ ചില മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. വളരെ പ്രയാസം അനുഭവിച്ച സന്ദർഭങ്ങളുണ്ട്. HDFCയുടെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡിൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നം വന്നു. അദ്ദേഹത്തിന് വലിയ പ്രോബ്ലം. ക്രെഡിറ്റ് കാർഡിലൊക്കെ നിങ്ങൾ പണം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ HDFC പോലുള്ള ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടകൾ അതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം അവർ എടുത്തിരിക്കും. എങ്ങനെയെങ്കിലും അവർ തന്നാൽ അവർ എടുത്തിരിക്കും. ഫെഡറൽ ബാങ്ക് ഒന്നും അത്രയും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ബാങ്ക് ഓഫ് ബറോഡ ഒന്നും അത്രയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇന്ന് ചില കാര്യങ്ങൾ കടം ഏറ്റെടുക്കാനായിട്ട് ചില ഏജൻസികളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ടോ ഫെഡറൽ ബാങ്കൊക്കെ? ഇപ്പോഴും അങ്ങനെയാണല്ലേ? ഇപ്പൊ ബാങ്കുകൾ അങ്ങനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഏജൻസി എന്ന് പറഞ്ഞാൽ ഗുണ്ടകളാണ്. അവർ വരുന്നത് വേറെ രീതിയിലാണ്. നമ്മളെ ജോലി സ്ഥലത്ത് വന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് താറടിക്കും. നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഈ ഒരു മനുഷ്യന്, ഈ ഒരു പയ്യന് അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. 1 ലക്ഷം രൂപ വിത്തിൻ സെക്കൻഡ്സ് അടയ്ക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നു. ഞാൻ ബോസ്റ്റ് ചെയ്യില്ല, ഞാൻ ബോസ്റ്റ് ചെയ്യില്ല ചെയ്യുന്നത്. ആ ബ്രദറിന് ആ 1 ലക്ഷം രൂപ വിത്തിൻ 5 മിനിറ്റ്സ് ഞാൻ കൊടുത്തു. ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്തു. ആ പ്രശ്നത്തിൽ നിന്ന് സൊല്യൂഷൻ കൊടുത്തു. എവിടെ ആ ബ്രദർ? ആ ഫാമിലി എവിടെ? ഇന്ന് ഇല്ല. ഞാൻ ഈ പൈസ കൊടുത്ത് ഇവിടെ ചർച്ചിൽ ആള് വരാനൊന്നുമല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ചില കാര്യങ്ങളെ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് അവർ വിട്ടുമാറി അവർ മുന്നോട്ട് വരുമ്പോൾ ദൈവവേലയ്ക്കായിട്ടും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ടും അവർ പ്രയോജനപ്പെടുമല്ലോ എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ എനിക്കത് മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവർ. ഞാൻ അത് വളരെ ക്ലിയറാണ്. ഞാൻ ഒരിക്കലും ഒരു കിങ്ഡം ബിൽഡ് ചെയ്യുന്ന വ്യക്തിയല്ല. ഞാൻ ഇന്നിവിടെ ഒരു പാസ്റ്ററായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്നിവിടെ പാസ്റ്റർ മാത്യു ആണ് ഇവിടുത്തെ പാസ്റ്റർ. ഈ ചർച്ച ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു വിസിറ്റർ മാത്രമായിരിക്കും. എൻ്റെ ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് നമ്മൾക്ക്. ഓരോ കാര്യത്തിലും നമ്മളൊരു ചെറിയ കാര്യങ്ങൾ സഭയായിട്ടും പ്രാർത്ഥിക്കുമ്പോഴും ഹെൽപ്പ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ഒക്കെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സിറ്റുവേഷൻസ് എല്ലാം മാറിക്കഴിയുമ്പോൾ, ദൈവം നിങ്ങളെ ആ രീതിയിൽ നടത്തി കഴിയുമ്പോൾ, ആ ശുശ്രൂഷയിൽ നിങ്ങളത് ഇവിടെ തന്നെ വേണമെന്നൊന്നുമില്ല. ശുശ്രൂഷയിൽ ദൈവത്തിന് വേണ്ടി വളരെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തീരുകയും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം എന്നുള്ള ഒരൊറ്റ കാര്യം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതില്ല എങ്കിൽ നമ്മുടെ ചേർച്ച് നമ്മൾ ഈ ബിൽഡ് ചെയ്യുന്നത് ഒന്നും തന്നെ ഒരു 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 നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ വാല്യൂ സിസ്റ്റം, ആ മൂല്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നയിക്കും. പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതകരമായിട്ട് നിങ്ങളെ ഉപയോഗിക്കും. എല്ലാ കാര്യം ജഡ്ജ് ചെയ്യാനൊന്നും ആരും പറ്റത്തില്ല. പലർക്കും പലതായിട്ടുള്ള ബലഹീനതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. എല്ലാവരും ജഡ്ജൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം
നിങ്ങളെ നടത്തുന്നത് പോലെ നടത്തുവാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങളോട് ഈ ഒരു തരുണത്തിൽ പറയട്ടെ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചേർച്ചിൻ്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. ചേർച്ചിൻ്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. ഞാനൊരു ഒട്ടും ഒരു സ്ട്രിക്റ്റ് പാസ്റ്റർ അല്ല. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഫാമിലി 2 ആഴ്ച വന്നില്ലെങ്കിൽ ഞാൻ ഉടനെ വിളിച്ച് അതെന്താണ്, എന്തുകൊണ്ട് വന്നില്ല സൂസൻ, ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അങ്ങനെ വിളിച്ച് ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ വിചാരിക്കുന്ന അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടാവുമായിരിക്കും, അവർ കറക്റ്റ് സമയത്ത് വന്നോളും, ഇനി വരും. എബ്രാഹിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ചർച്ചിൽ വരാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഒരിക്കലും ഞാൻ വന്നോ വന്നില്ലയോ എന്ന് ചോദിക്കാറില്ല എന്നതുകൊണ്ടാണെന്നാണ്. എബ്രാഹിങ്ങൾ അത് പറഞ്ഞൊരു കാര്യമാണ്. വളരെ ഗുഡാണ്, കറക്റ്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യം. പക്ഷെ എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ അതിനെ ഡൈല്യൂട്ട് ആക്കരുത്. അദ്ദേഹം തുടങ്ങിയപ്പോൾ പറഞ്ഞു അല്ലേ, സഭായോഗങ്ങളെ മുടക്കരുത്. അതുപോലെ തന്നെയാണ് നമ്മൾ കൊണ്ടുവരികയും നമ്മൾ ചില സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി അതിനു വേണ്ടി ടൈം പ്രയോറിറ്റൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ലീവ് എടുക്കണമെങ്കിൽ ലീവ് എടുത്ത് കാര്യങ്ങളെ മാനേജ് ചെയ്ത് നിങ്ങൾക്ക് കടന്നു വരാനായിട്ട് നിങ്ങൾക്ക് ഒന്ന് ശ്രമിക്കണം. നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇത് സംഭവിക്കും. അത് സൂമിലുള്ള മീറ്റിങ്ങുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാനായിട്ട് പറ്റും. സൂമിലുള്ള 6 മണിക്ക് എഴുന്നേറ്റ് നമുക്ക് 6 മുതൽ 7 വരെയുള്ള പ്രയർ ഉണ്ട്. നമുക്ക് അതിൽ പങ്കെടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പങ്കെടുക്കാനായിട്ട് പറ്റും. ഇത്രയും വടിയും കുത്തിപ്പിടിച്ച് ഇത്രയും ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നതായിട്ടുള്ള ഈ അങ്കിൾ 5:50 സൂം ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്രീഷിയേറ്റ്. നമ്മൾ യങ്സ്റ്റേഴ്സിന് നമുക്ക് പറ്റാറില്ല. ദൈവവചനം പഠിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതിന് നമ്മൾക്ക് ചൊവ്വാഴ്ചയുണ്ട്, ബുധനാഴ്ചയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ട്. KT തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നമ്മൾ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി നമ്മളത് നടത്തി. എത്ര പേര് പ്രയോജനപ്പെട്ടു എനിക്കറിയത്തില്ല. ഇതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ പ്രയോജനമാണിത്. ഇത് നിങ്ങൾ ഒരു പക്ഷേ ഒരു 50 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഫ്രീ ഒക്കെ ആയിട്ട് ബൈബിളും എടുത്ത് വച്ച് വായിച്ചു തുടങ്ങുമ്പോൾ അന്നൊരു KT തോമസ്, അന്നൊരു ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി, ഇത് ഭയങ്കരമായിരുന്നല്ലോ എന്ന് അന്ന് നിങ്ങൾ ചിന്തിച്ച് ദുഃഖിതരാവരുത്. ദിസ് ഈസ് ക്വൈറ്റ് ഗുഡ്. ഭയങ്കര ആഴത്തിലുള്ള കാര്യമാണ്. PP തോമസ് അപ്പച്ചൻ്റെ അറിയാലോ, KT തോമസ്, വെരി ഗുഡ്. ആ ഒരു ബുക്ക് തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിൻ്റെ ആഴം എന്താന്നുള്ളത്. സ്തോത്രം. പ്രിയമുള്ളവർ, ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ഒരുപാട് ചർച്ചുകളുണ്ട്. നിങ്ങൾ ഈ ചർച്ച് പ്രിഫർ ചെയ്തതിൻ്റെ റീസൺ എന്താണ്? ഒന്ന്, ഷാജി ബ്രദറിൻ്റെ വീട്ടിൽ ഞാൻ ഇന്നലെ പോയി. ഷാജി ബ്രദറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഷാജി ബ്രദർ പറഞ്ഞ ഒരു കാര്യം, എല്ലാ ദിവസവും തിരുവത്താഴ് ശുശ്രൂഷയുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് വലിയ സന്തോഷം തോന്നി. അങ്ങനെ ഒരു ചർച്ച് ഞാൻ പ്രിഫർ ചെയ്തു. അല്ലേ ഷാജി ബ്രദർ? പലർക്കും പല രീതികളിലാണ് ചർച്ചിനെ കാണുന്നത്. എല്ലാ ചായക്കടയിലും പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ചായക്ക് ഡിഫറെന്റ് ടേസ്റ്റ് ആണ്, അല്ലേ? അപ്പോൾ ഈ ചർച്ച് പ്രിഫർ ചെയ്യാനുള്ള റീസൺ ഒരു പക്ഷേ ഒരു ഫെലോഷിപ്പ്, ഒരു ഫാമിലി, ഒരു ഫെലോഷിപ്പ് എന്നുള്ള രീതിയിൽ ചിലർ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ഇതുപോലെ തിരുവത്താഴ് ശുശ്രൂഷയെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം, എല്ലാ ആഴ്ചയിലും ഇതൊരു ആവശ്യമുള്ള ശുശ്രൂഷയാണെന്ന് അറിയാം. അങ്ങനെ അതിന് ബലം കൊടുക്കുന്നവരുണ്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര കയ്യടിയും ബഹളവും അന്യഭാഷയും മാത്രമുള്ള ചർച്ചകളുണ്ട്. ദൈവവചനത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ചർച്ചകളുണ്ട്. വാല്യൂ സിസ്റ്റം ഇല്ലാത്ത ചർച്ചകളുണ്ട്. ഇങ്ങനെയുള്ള പല ചർച്ചകളിലും പലരും പോകുന്നുണ്ട്. പലരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാടെ, നമ്മൾ എന്തുകൊണ്ട് വ്യത്യസ്തമാണ്? ആ വ്യത്യസ്തമായിട്ടിരിക്കുന്നതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ദൈവവചനത്തിന് മുൻപിൽ നമ്മൾ താഴ്മയോടെ നിൽക്കുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. അത് തന്നെ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം. ആ വചനത്തിൽ ആശ്രയിക്കണം. വചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നമ്മൾ പോകണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് കേൾക്കേണ്ടി പലരും വന്നിട്ടില്ല എങ്കിൽ തന്നെയും നിങ്ങളുടെ ആഴത്തിൻ്റെ ഉള്ളിൽ ഇത് കിടക്കട്ടെ. അത് ശക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആശീർവാദത്തിനായിട്ട് തലകളെ മടക്കാം. ഇന്ന് ബർത്ത്ഡേയ്സ് ഇല്ലല്ലേ? ഇന്ന് എനിക്കൊന്ന് പ്രീതി മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു. ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം. പ്രത്യേകിച്ചും ജേക്കബ് പണിക്കറിനും സിസ്റ്റർ നാൻസിക്കുമുള്ള താങ്ക്സ് ഞങ്ങൾ അറിയിക്കുന്നു. മിന്നയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, അല്ലേ? നമ്മൾ വിട്ടുപോയോ? റൈറ്റ്.
പ്രൈസ് ഗോഡ്. മിന്നയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മിന്ന ബാംഗ്ലൂരാണ്. മിന്നയും മനോജും 2 കുഞ്ഞുങ്ങൾക്കും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ മിന്നയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങ് ഇത്രത്തോളം നടത്തിയ വഴികൾക്കായിട്ട് സ്തോത്രം. ഈ ഒരു വർഷവും മിന്നയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി നീ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ആ കുട്ടിയുടെ ജീവിതത്തിൽ കൊടുക്കണമേ, കുടുംബ ജീവിതത്തിൽ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോജും മിന്നയും തമ്മിൽ ഒരുമിച്ച് ശക്തമായിട്ട് ശുശ്രൂഷ ജീവിതത്തിലും ശോഭിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു പിതാവേ, ആമേൻ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ കേട്ടതായിട്ടുള്ള ദൈവവചനവും ദൈവത്തിൻ്റെ ആ ആഴമേറിയ ആ ധ്യാന വിഷയങ്ങളുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ പതിയട്ടെ. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. മാറ്റം വരുത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് നന്ദി പറയാം. വരുന്ന ഒരാഴ്ച മുഴുവൻ ദൈവം കാക്കേണ്ടതിനായിട്ട് നമുക്ക് തിരുസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പിതാവായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മൾ കേട്ടതായിട്ടുള്ള തിരുവചനത്തോടും ഇത് കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും കൂടെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ശക്തിയേറിയ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ വരണമേ. സ്തോത്രം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.